ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഈ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹവും ആശ്വാസവും വിടുതലുമായി തീരുന്നുവെന്ന് കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിന്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത്. ജിസി സജി ഫ്രം എറണാകുളം. ആദ്യ കർത്താവിന്റെ ദാസിയെ ജോയ്സ് ടിവിയിലേക്ക് തന്നെ അനുഭവം ഷെയർ ചെയ്യുന്നതിന് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യും. ജിസി സിസ്റ്റർ, എന്തുകൊണ്ട് വിശേഷം? സന്തോഷം, കൃപയാ സന്തോഷമായിട്ടിരിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നപ്പാ. ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. കർത്താവിന്റെ ദാസ്യം അടിയനുമായ തിരുപാദപീഠത്തിൽ അടുത്ത് വരുന്ന കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ദാസ്യ ദൈവം നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ കേൾക്കുവാനും കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ അനുഗ്രഹവും ആശ്വാസവും വിടുതലും കർത്താവിനോട് അടുക്കുന്നതിനും മുഖാന്തരവുമായി തീരുവാൻ കർത്താവ് സഹായിച്ചാണ്. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിച്ചാൽ അല്പസമയങ്ങൾ ഇരിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസി കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവല്ലോ. സന്തോഷം. ഓക്കേ, കർത്താവ് സഹായിക്കട്ടെ. ദൈവദാസിക്ക് ഞാൻ സമയം വേർതിരിച്ചു തരികയാണ് ജീവിതാനുഭവത്തെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം ജോയ്സ് ടിവിയിലൂടെ കർത്താവ് എന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ, കർത്താവ് നടത്തിയ വിധങ്ങളെ കുറിച്ച് പറയുവാന് വലിയവനായ ദൈവം ജീവിതത്തിൽ ഒരിക്കൽ നല്ല അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ് തന്ന ആയുസ്സിനായിട്ട് നന്ദി, ആരോഗ്യത്തിനായിട്ടൊക്കെ ഞാൻ ഇന്ന് പകൽക്കാലം കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുകയാകുന്നു, സ്തോത്രം ചെയ്യുകയാകുന്നു. എന്റെ ടെസ്റ്റിമണിയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് വ്യക്തിപരമായ അനുഭവങ്ങൾ പറയുന്നതിന് മുൻപേ എന്റെ മാതാപിതാക്കളുടെ അവസ്ഥകളൊക്കെ പറയണമല്ലോ. അവര് കടന്നു വന്ന സാഹചര്യങ്ങളാണ് ഞങ്ങളെയും കർത്താവിലേക്ക് നടത്തിയത്. പ്രിയ ആന്റി പറഞ്ഞതുപോലെ എന്റെ പേര് ജിസി സജി എന്നാണ്. ഞങ്ങളിപ്പോൾ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എന്റെ ഹസ്ബൻഡ് ഒരു മ്യൂസിഷ്യൻ ആണ്, ഗിറ്റാറിസ്റ്റ് ആണ്. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ വയനാട് ജില്ലയില് മീനങ്ങാടി എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിലാണ്. നിങ്ങളിപ്പോൾ വയനാട് ജില്ല എല്ലാവർക്കും വളരെ പരിചയമായിരിക്കുമല്ലോ. ഇപ്പോൾ നമുക്ക് ഉരുൾപൊട്ടലുണ്ടായ ഒത്തിരി ജനങ്ങൾ മരിച്ചൊരു സ്ഥലമാണ്. പക്ഷെ ഞങ്ങൾ താമസിക്കുന്നിടത്തല്ല, വേറൊരിടത്താണ്. ഞാനൊരു യാക്കോബായ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. ഞങ്ങൾ 4 പെൺകുഞ്ഞുങ്ങളാണ് എന്റെ മാതാവിനും പിതാവിനും ഉള്ളത്. എന്റെ പിതാവ് തികഞ്ഞൊരു മദ്യപനായിരുന്നു. അങ്ങനെ എന്റെ മാതാവ് ഭക്തിയായ ഒരു സ്ത്രീയായിരുന്നു. യാക്കോബ സഭയിലായിരുന്ന സമയങ്ങളൊക്കെ പള്ളിയിൽ കടന്നു പോവുകയും ആലയത്തിനകത്ത് ചെന്ന് ദൈവികമായ ദർശനങ്ങളൊക്കെ ആ സമയങ്ങളൊക്കെ പ്രാപിച്ച് അങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവഭക്തിയായ ഒരു സ്ത്രീയായിരുന്നു. എന്നാൽ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് വല്ലാത്തൊരു അന്ധകാരം നിറഞ്ഞൊരു ഭവനത്തിനകത്തായിരുന്നു. എന്റെ പിതാവിന്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാല് പിതാവിന്റെ പിതാവ് എന്റെ ഗ്രാൻഡ് ഫാദർ കടമറ്റത്ത് സേവയൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. തന്റെ മരണം വരെ ഏകദേശം ആ ഒരു അനുഭവത്തിനകത്തൂടെ തന്നെയാണ് കടന്നുപോയത്. അതുപോലെ ഗ്രാൻഡ് മദർ, ഫാദറിന്റെ മദർ ഒരു വെച്ചുസേവ എന്ന് പറഞ്ഞ പ്രത്യേകമായൊരു സേവയ്ക്ക് അടിമയായ ഒരു വ്യക്തിയായിരുന്നു. താനിങ്ങനെ തന്റെ ആ രീതിയൊക്കെ അപ്പച്ചൻ പറഞ്ഞു കേട്ടിട്ടാണ് ഞങ്ങൾക്ക് അറിവുള്ളത്. പകലൊക്കെ ഇങ്ങനെ ഒത്തിരി ജോലിയൊക്കെ വരുമ്പം അത് ആ സേവയോട് സംസാരിക്കും. എന്നോട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് പറയും. അപ്പം ഒരു വെളിച്ചം ഈ മാതാവിന്റെ അടുക്കിലേക്ക് കടന്നു വരും. മാതാവ് താഴെ വീഴും. പിന്നീട് എഴുന്നേക്കുന്ന ഒരു സ്ത്രീ ആയിട്ടല്ല, ഒരു പുരുഷനായിട്ട് എഴുന്നേക്കും. തന്റെ മുണ്ടൊക്കെ മടക്കി കുത്തും. അന്ന് എന്തൊക്കെ ജോലി ആ ഭവനത്തിനകത്ത് ചെയ്തു തീർക്കാനുണ്ടോ, ഒരാൾക്ക് ചെയ്യാവുന്നതിനപ്പുറമായിട്ട് എത്ര പേർക്ക് ചെയ്യാനുള്ള ജോലികളുണ്ടോ, നമുക്ക് സ്വയമായി ചെയ്യാൻ പറ്റാത്ത എല്ലാ ജോലികളും ഒറ്റയ്ക്ക് ചെയ്തു തീർക്കും. എന്നിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം കഴിച്ച് വീടിനകത്തുള്ള ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം താഴെ വീഴും. ഇതിറങ്ങി ഇങ്ങനെ പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ മഷിനോട്ടം ഉണ്ടായിരുന്നു. അവിടെ ആ സ്ഥലങ്ങളിൽ എന്ത് സംഭവിച്ചാലും ആൾക്കാര് മഷി നോക്കാനായിട്ട് ഞങ്ങളുടെ മാതാവിന്റെ അടുത്തേക്ക് വരും. അപ്പം എന്ത് കുറ്റങ്ങൾ നടന്നാലും എന്ത് കാണാതായാലും മഷി നോക്കി. അന്നത്തെ കാലഘട്ടത്തിലൊക്കെ നമ്മളൊക്കെ പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ, അല്ലെങ്കിൽ കഥകൾ വായിച്ചുള്ള അറിവേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു ഞങ്ങളുടെ പിതാവിന്റെ ഭവന പശ്ചാത്തലം എന്ന് പറയുന്നത്. അതുപോലെ അമ്മ ഇങ്ങനെ മഷി നോക്കിയിട്ട് തൊട്ടടുത്തൊരു സ്ഥലത്ത് നിധി ഉണ്ടെന്ന് അറിയാനായിട്ടിടയായിട്ട് നമ്മളൊക്കെ കേട്ട് പരിചയം മാത്രമേ ഉള്ളൂ. അപ്പം നിധി എടുക്കുന്നത് എങ്ങനാ? അപ്പൊ മാതാവ് ഇങ്ങനെ മഷി നോക്കി നിധി എടുക്കുമ്പോൾ ഒരു
യക്ഷി ഇങ്ങനെ നിന്നിട്ട് രണ്ട് കാലൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അത് നിധിക്ക് കാവൽ നിൽക്കുകയാണ്. നീ ഇത് ചെയ്യരുത്, ചെയ്തു കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തിനകത്ത് ശാപം വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് ഈ കിട്ടുവാനുള്ള ആഗ്രഹം കൊണ്ട് മാതാവ് ആ നിധി എടുക്കാനായിട്ട് ആൾക്കാരെ പറഞ്ഞു വിട്ടു. അവരാ കാണിച്ചു കൊടുത്തു. അവര് കണ്ട സ്ഥലം ഇങ്ങനെ കുഴിക്കുമ്പം ഇതിനകത്ത് ഈ ചെമ്പ് തകിടിനകത്ത് ചെന്ന് തട്ടും, ഇങ്ങനെ ടിക് ടിക് നൊച്ചയേക്കും. ഇവര് കുഴിക്കുന്തോറും ഇതിങ്ങനെ കുഴിഞ്ഞു പോകും. അങ്ങനത്തെ ഒരു അനുഭവത്തിനകത്ത് നിന്ന് അവരുടെ കുടുംബത്തിനകത്ത് രണ്ടുപേര് മരണം 2 കുഞ്ഞുങ്ങള് അവർക്ക് നഷ്ടമായി. അങ്ങനെയൊക്കെയുള്ള ഒരു വല്ലാത്ത സാഹചര്യത്തിലൂടെ ഞങ്ങൾ വളർന്നു. എന്റെ പിതാവിന്റെ പിതാവ് മദ്യപനായിരുന്നു. എന്റെ പിതാവ് മദ്യപനായിരുന്നു. പിതാവിന്റെ ചേട്ടൻ മദ്യപാനായിരുന്നു. സഹോദരങ്ങൾ മദ്യപന്മാരായിരുന്നു. പെങ്ങന്മാരുടെ ഭർത്താക്കന്മാര്, അങ്ങനെ മദ്യപാനികളുടെ ഒരു കുടുംബത്തിനകത്തേക്കാണ് എന്റെ മാതാവ് കടന്നു വരുവാനായിട്ടിടയായി തീർന്നത്. വല്ലാത്തൊരു ശാപത്തിനകത്തായിരുന്നു ആ കുടുംബം കിടന്നത്. മാത്രമല്ല മാതാവ് ആത്മഹത്യ ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. തന്റെ ഈ അനുഭവങ്ങളൊക്കെ കൊണ്ട് ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ ഒത്തിരി ഭൂമിയൊക്കെ ഉണ്ടായിരുന്നു. ഭൂസ്വത്തുകൾക്ക് ഉടമകളായിരുന്നു. പേര് കേട്ട ഒരു കുടുംബമായിരുന്നു. സകലതും നശിച്ച് വന്ന് പിതാവിന്റെ പിതാവും ഭയങ്കര ഒരു ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഈ മാതാവ് സൂയിസൈഡ് ചെയ്തു. അദ്ദേഹം കഴിയുന്നതിന് മുൻപേ ഒരു അനിയനുണ്ടായിരുന്നു. തന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഈ അനിയനും സൂയിസൈഡ് ചെയ്തു. ഞങ്ങളുടെ പിതാവിന്റെ പിതാവ് തന്നെ 72ാമത്തെ വയസ്സിൽ താനും സൂയിസൈഡ് ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ആ ഒരു സൂയിസൈഡിന്റെ ആ ഒരു ടെൻഡൻസി ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു കുടുംബ പശ്ചാത്തലമായിരുന്നു എന്റേത്. പക്ഷെ എന്റെ മാതാവ് വിവാഹം കഴിച്ചു വന്ന സമയത്തെല്ലാം പിതാവ് കുടുംബം നോക്കിയാട്ടെ, കുഞ്ഞുങ്ങളെ നോക്കിയാട്ടെ, അങ്ങനൊന്നും ചെയ്യത്തില്ലായിരുന്നു. പിതാവിന് കുടിക്കണം, താൻ അധ്വാനിക്കും, കിട്ടുന്നതെല്ലാം കുടിക്കും. അങ്ങനത്തെ ഒരു അനുഭവത്തിനകത്തായിരുന്നു പിതാവ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ മാതാവ് ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ടു. എന്റെ മാതാവും കൂലിപ്പണിക്ക് പോയിട്ടാണ് ഞങ്ങളെയൊക്കെ വളർത്തിയത്. ഞങ്ങളൊക്കെ വളർന്ന സാഹചര്യം എന്ന് പറയുന്നത് എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവരെ പോലെ കഷ്ടതയുടെ നടുവില് ഒക്കെ വളർന്ന ഒരു കുടുംബ പശ്ചാത്തലമാണ് എന്റെ പഴയ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് പറയാനായിട്ടുള്ളത്. ആവശ്യത്തിന് വസ്ത്രമില്ലാതെ ഒക്കെ വളർന്ന സാഹചര്യങ്ങളായിരുന്നു. അപ്പം മാതാവ് ഇങ്ങനെ കൂലിപ്പണിക്കൊക്കെ കടന്നുപോയി കിട്ടുന്ന കാശ് കിട്ടിക്കഴിയുമ്പോൾ ഇവർക്ക് ആഴ്ചയില് ശനിയാഴ്ച ദിവസങ്ങളിലാണ് പണിയുടെ കാശ് കിട്ടുന്നത്. അത് കിട്ടുമ്പോഴും അപ്പച്ചൻ പൈസ ചോദിക്കും, അമ്മച്ചി അത് കൊടുക്കും. അല്ലെങ്കിൽ അമ്മച്ചി ഞങ്ങളെ ആരും ദേഹോപദ്രവം ഒന്നും ചെയ്യത്തില്ല, പക്ഷെ വേറൊരു സ്വഭാവത്തിനായിരുന്നു. അപ്പൊ അമ്മച്ചി അത് പേടിച്ച് ബഹളം വെക്കണ്ട, വീട്ടിനകത്ത് വഴക്കുണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് അമ്മച്ചി പൈസ കൊടുക്കും. അങ്ങനെ ഒരു കഷ്ടപ്പെട്ട് വളർന്നിരിക്കുന്ന സാഹചര്യമായിരുന്നു. ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് 4 പെൺകുഞ്ഞുങ്ങളാണ്. ഞങ്ങൾ 4 പെൺകുഞ്ഞുങ്ങളാണ്. അതിനകത്ത് 3ാമത്തെ സഹോദരി അവരിന്ന് കർത്താവിന്റെ കൃപയാല് നോർത്ത് ഇന്ത്യയിലെ മധ്യപ്രദേശിലെ കർത്താവിന്റെ കുടുംബമായിട്ട് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സഹോദരി ഉണ്ടായ സമയത്ത് താൻ വളരെ അനീമിക്കായിരുന്നു. അപ്പം ഡോക്ടർമാര് പറഞ്ഞു, ഈ ജീവിക്കുന്നതും മരിക്കുന്നതൊക്കെ ഒരുപോലെ, ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം എപ്പോഴും അസുഖങ്ങൾ. അപ്പൊ അസുഖം വരുന്നതുകൊണ്ട് അന്നത്തെ കാലത്ത് ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ആയുർവേദ ഹോസ്പിറ്റലില് കഷായവും അരിഷ്ടവും ഒക്കെ മേടിക്കാനായിട്ട് എന്നും കൊണ്ടുപോകും അമ്മച്ചി. ഇങ്ങനെ എപ്പോഴും അസുഖം അല്ലെങ്കിൽ മെല്ലിച്ച് തീരെ ആരോഗ്യമില്ലാത്തൊരു കുഞ്ഞായിരുന്നു. അപ്പൊ അമ്മച്ചി ഇങ്ങനെ എപ്പോഴും ഈ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകും. അങ്ങനെ ഒരിക്കലും ഇങ്ങനെ പോകുന്ന സമയത്ത് തൊട്ട് ഇങ്ങനെ നടന്നു പോകുമ്പം ഒരു വീടിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുമ്പം എന്റെ ചേച്ചിയോട് ചേച്ചി ഇങ്ങനെ പറയാം, നമുക്ക് ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ അങ്ങോട്ടൊരു അട്രാക്ഷൻ. അങ്ങനെ എന്റെ മാതാവ് അങ്ങോട്ടേക്ക് കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. അന്ന് പകൽക്കാലം അവിടെയുള്ള ദൈവമക്കളെല്ലാം ആ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തില് യാക്കോബ സഭകൾക്കകത്ത് ഒരു ഉണർവ് നടന്ന് അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന കുറച്ച് കൂട്ടർ ഒരുമിച്ചൊരു ഭവനത്തിനകത്ത് വന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ അന്ന് എന്റെ മാതാവ് അവിടെ കടന്നു ചെല്ലുകയും ആ സഹോദരിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചു. അന്നു മുതല് തന്റെ രോഗം സൗഖ്യമായി. അത് മാത്രമല്ല, അമ്മച്ചിക്ക് അതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും ഭയങ്കരമായൊരു സമാധാനം, കാരണം അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഭയങ്കര ഒരു സ്വസ്ഥത അമ്മച്ചിയുടെ മനസ്സിനകത്തേക്ക് കടന്നു വരാനായിട്ട് ഇടയായിരുന്നു. അപ്പൊ അമ്മച്ചി പറഞ്ഞു, ഇതിനകത്ത് എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ. ഇത്രയും നാൾ ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിച്ചേ, യേശുവിനോടെ പ്രാർത്ഥിച്ചേ, മറിയോടെ പ്രാർത്ഥിച്ചേ. അമ്മച്ചി മറിയൊക്കെ ഇങ്ങനെ മുറ്റടിക്കുന്ന സമയത്തല്ല മറിയയുടെ ഒക്കെ ദർശനം കിട്ടുകയും അങ്ങനെയൊക്കെയുള്ള ഒരു മാതാവിന്റെ ദർശനമൊക്കെ കിട്ടി. അങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഭക്തിയായ ഒരു സ്ത്രീയായിരുന്നു. കാരണം അമ്മച്ചിയുടെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നതും അങ്ങനത്തെ ഒരു അനുഭവത്തിനകത്തായിരുന്നു. മാതാവ് അമ്മച്ചിയാണെങ്കിൽ രാത്രിയിൽ സന്ധ്യ പ്രാർത്ഥന കഴിയാതെ ഫുഡ് കൊടുക്കത്തില്ല. അപ്പം അവർ ആ പ്രാർത്ഥനകൾക്കൊക്കെ ഇമ്പോർട്ടന്റ് കൊടുത്ത് നല്ല ജീവിതം
സ്നേഹമുള്ള നല്ല മാതൃകയുള്ള നല്ലൊരു കുടുംബമായിരുന്നു. അപ്പം അമ്മച്ചിയും ഇങ്ങനെ എപ്പോഴും ദൈവത്തോട് സംസാരിക്കുന്ന ഒരു അനുഭവമായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ദർശനങ്ങളൊക്കെ കിട്ടിയ ഒരു വ്യക്തിയാണ്. അമ്മ ചേച്ചി ഇതൊക്കെ ഉണ്ടായിട്ടും എന്റെ ജീവിതത്തിനകത്ത് ഇല്ലാത്തൊരു സ്വസ്ഥത, ഒരു സമാധാനം ഈ പ്രാർത്ഥനയിലേക്ക് കടന്നുപോയപ്പോ എനിക്ക് കിട്ടിയല്ലോ എന്ന്. അപ്പൊ അന്ന് മുതൽ തീരുമാനിച്ചു ആ പള്ളിയിൽ ചെന്ന് അമ്മച്ചി സ്ത്രീ സമാജത്തിലെയൊക്കെ മുന്തിയ ആളായിരുന്നു. അപ്പൊ അതിനകത്തൊക്കെ പ്രസംഗിക്കുകയും മീറ്റിങ്ങുകളിൽ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയൊന്നും കിട്ടാത്ത എന്തോ ഒരു പ്രത്യേകത ഈ പ്രാർത്ഥനയിലേക്ക് കടന്നു ചെന്നപ്പോ കിട്ടാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അമ്മച്ചി അന്ന് മുതൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അവിടെ വെച്ച് അമ്മച്ചിയുടെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുത്തു. അമ്മച്ചി അന്ന് മുതൽ തീരുമാനത്തിന് ഞാൻ പള്ളിയിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ ഇനി ഇങ്ങനെയുള്ള കൂട്ടായ്മകൾക്കൊക്കെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മച്ചിയുടെ അകത്തൊരു വലിയ ആത്മീക ദാഹം ഇങ്ങനെ പൊങ്ങി വരാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഒരിക്കലും പള്ളിയിൽ ചെന്ന സമയത്ത് അമ്മച്ചി ഇങ്ങനെ സ്ത്രീ സമാജത്തിനകത്ത് ഇരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അമ്മച്ചി ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറയുന്നത് അകത്ത് കിടക്കുന്ന ആ തീക്ഷ്ണത പുറത്തു വന്നു. അപ്പം അച്ഛൻ പറഞ്ഞു ഇത് പെന്തക്കോസുകാരുടെ പരിപാടി, അത് ഇവിടെ നടക്കത്തില്ല. ഹല്ലേലൂയ പറയാനും സ്തോത്രം പറയാനും കൈയടിക്കാനൊന്നും പറ്റത്തില്ല, അത് പെന്തക്കോസുകാരുടെ പ്രാർത്ഥനയാന്ന് പറഞ്ഞു. അപ്പൊ അമ്മച്ചി പറഞ്ഞു എനിക്ക് അതിന് ദൈവത്തെ ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലമാണ്, ഞാൻ ഇനി ഇങ്ങോട്ട് വരത്തില്ല. അങ്ങനെ അമ്മച്ചി പള്ളിയിൽ പോക്ക് നിർത്തി. പള്ളിയിൽ പോകാതെ 3-4 ഞായറാഴ്ചകൾ പോകാതിരുന്ന് ഞങ്ങള് ഇവിടെയുള്ള കൂട്ടായ്മയിലേക്ക് ഞായറാഴ്ച ഞങ്ങളെയും കൊണ്ടുപോകും. അപ്പൊ അപ്പച്ചൻ അറിയത്തില്ല ഞങ്ങൾ ഇങ്ങനെ പോകുന്നു, അപ്പച്ചൻ അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞങ്ങള് പള്ളിയിൽ പോകുന്നില്ല എന്നറിഞ്ഞു നാട്ടുകാരിങ്ങനെ കാണാൻ തുടങ്ങി. ഈ 4 പെമ്മക്കളെയും കൊണ്ട് മാതാവ് ഇങ്ങനെ പോകുമ്പോ പറയാൻ തുടങ്ങി ഇവള് പെന്തക്കോസിലേക്കാ പോകുന്നത്, ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല. അപ്പൊ ഇങ്ങനെ നന്മ ചെയ്യുമ്പോ പലരും ഉണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പൊ പിന്നെ വീട്ടിനകത്ത് വന്ന പക്ഷെ ഭയങ്കര വഴക്ക് തുടങ്ങി, പ്രശ്നങ്ങളാകാൻ തുടങ്ങി. പെന്തക്കോസിലേക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചർച്ചിൽ നിന്ന് പള്ളിയിൽ നിന്ന് മുടക്ക് രസീത് ഭവനത്തിനകത്തേക്ക് വന്നു. അവർ പറഞ്ഞു പള്ളിയിൽ നിന്ന് താൽക്കാലികമായിട്ട് ഞാൻ നിങ്ങളെ മാറ്റിയിരിക്കുകയാണ്, ഇനി നിങ്ങൾക്ക് പള്ളിയുമായിട്ടൊരു ബന്ധമില്ല. അങ്ങനെ ഒരു കത്ത് വീട്ടിലേക്ക് വന്നു. അത് അപ്പച്ചന്റെ കയ്യിൽ കിട്ടി. അപ്പൊ മൊത്തത്തിൽ പ്രശ്നങ്ങളായി. പിന്നെ ഞങ്ങൾ പെന്തക്കോസുകാരായി എന്നതിന്റെ ഒരു ദേഷ്യം അകത്തായി. കൂടുതൽ അപ്പൊ കുടിക്കാനായിട്ട് തുടങ്ങി. വീട്ടിൽ ഒരു കാര്യങ്ങളും നോക്കാതെ സാധാരണ അങ്ങനെ ഈ ഇമ്പോർട്ടന്റ് കൊടുക്കാറില്ല. അപ്പൊ ഇതിനൊട്ടും ശ്രദ്ധിക്കാത്തൊരവസ്ഥ വന്നു. പൂർണ്ണ സമയം പുറത്ത് കൂട്ടുകാരെ കൂടെ നിൽക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥ. പക്ഷെ ഞങ്ങളുടെ ഫാദർ എന്ന് പറഞ്ഞ നല്ലൊരു മനുഷ്യൻ, നല്ലൊരു മനുഷ്യനാണ് എന്റെ അപ്പച്ചൻ എന്ന് പറയുന്നത്. നാട്ടുകാർക്കൊക്കെ ഭയങ്കര അന്നും ഇന്നും പ്രിയങ്കരനായ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. കുടിക്കുമ്പോൾ മാത്രമേ ഇങ്ങനത്തെ പ്രശ്നമുള്ളൂ, ഞങ്ങളോട് മാത്രമേ പ്രശ്നമുള്ളൂ. പക്ഷെ ദേശത്തോ അങ്ങനെയൊന്നുമില്ല. തന്നെ ആ ഭരിക്കുന്ന പൈശാചിക ശക്തിയുടെ സ്വാധീനം കൊണ്ട് തന്നെ അങ്ങനെ ആയെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഞായറാഴ്ച ഞങ്ങൾ ഇങ്ങനെ ആരാധന കഴിഞ്ഞപ്പോ ഞങ്ങള് ആരാധനയ്ക്ക് പോയാലും ഞങ്ങള് വേഗം അപ്പച്ചൻ വരുന്ന ഒരു സമയം ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ വേഗം ഭവനത്തിനകത്തേക്ക് തിരിച്ചു വരാം. ഒത്തിരി ദൂരം നടന്നു വേണം ഞങ്ങൾക്ക് ആരാധനയ്ക്ക് പോയി. 4 പെൺകുഞ്ഞുങ്ങളും അമ്മച്ചിയായിട്ട് പോകും. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പെട്ടെന്ന് അപ്പച്ചൻ എത്തുന്ന ഞങ്ങൾക്ക് ഒരു ടൈം അറിയാം, ലഞ്ചിന്റെ ടൈം അറിയാം. അപ്പൊ അതിനു മുൻപേ ഞങ്ങൾ ഭവനത്തിൽ വരുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങള് ആരാധന കഴിഞ്ഞ് ഭവനത്തിൽ വന്നപ്പോഴത്തേനും അപ്പച്ചൻ വന്നപ്പോ അപ്പച്ചന് മനസ്സിലാരോ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഇവരിങ്ങനെ പോയേക്കാന്ന്. അപ്പച്ചനൊരു കത്തൊക്കെ എഴുതി ഞങ്ങളുടെ ബെഡേൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഭർത്താവിനെ അനുസരിക്കാതെ പോകുന്ന ഭാര്യയോടും പിതാവിനെ അനുസരിക്കാതെ പോകുന്ന മക്കളോടും എന്നേക്കും വീടാ, ഇനി നാം തമ്മിൽ കാണത്തില്ല. ഈ കത്ത് കിട്ടി. ഞങ്ങൾ ഈ കത്ത് കൈയെടുത്ത് വെച്ചു. എല്ലാവരും കൂടെ കൂട്ട നിലവിളിയായി. ഞങ്ങൾ എവിടെ പോയി അന്വേഷിക്കും, ഞങ്ങൾ എന്ത് ചെയ്യും, വല്ലാത്തൊരു ഭയം ഞങ്ങളിലേക്ക് വന്നു. ഞങ്ങൾ ആ കത്തിന്റെ മീതെ കൈ വെച്ച് പ്രാർത്ഥിച്ചു. എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, ഞങ്ങളുടെ പിതാവ് കുടിക്കാതെ ഇന്ന് നേരത്തെ വരണം, ഒന്നും സംഭവിക്കരുത്. ഞങ്ങൾ ആ പ്രാർത്ഥിച്ചു. അന്ന് വൈകിട്ട് അപ്പച്ചൻ സന്തോഷത്തോടെ, വളരെ സന്തോഷത്തോടെ ഭവനത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി പ്രാർത്ഥനയുടെ ശക്തി എന്താണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നമുക്കൊരു വിടുതൽ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയായി തന്നു. അപ്പൊ ഞങ്ങളുടെ വിശ്വാസമൊക്കെ വർദ്ധിപ്പിച്ചു. പക്ഷെ ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ, ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ചെറുപ്രായത്തിലൊക്കെ എനിക്കിന്ന് പറയുന്നതിനകത്ത് നല്ല സന്തോഷമുണ്ട്. കാരണം ഞാനൊക്കെ കൂലിപ്പണിക്ക് പോയി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തിയ സമയങ്ങളാണ്. വയനാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇന്നും കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ജനങ്ങൾ ഒത്തിരി ഉള്ള ഒരു സ്ഥലമാണ്. ഇഞ്ചി നടാനും ചേന നടാനും ഞങ്ങൾക്ക് അവധി കിട്ടുന്ന സമയങ്ങളെല്ലാം ഇഞ്ചിയിലെ പുല്ല് പറിക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി. എന്നാലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് സ്കൂളൊക്കെ അടച്ചു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ്. ഞങ്ങൾക്ക് അവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. അപ്പം ഒത്തിരി വലിയ എസ്റ്റേറ്റാ. എസ്റ്റേറ്റിനകത്ത് കാപ്പിയൊക്കെ പറിച്ച് അവര് പറിച്ചു കഴിയുമ്പം വാവലൊക്കെ ചപ്പിടുന്ന കാപ്പിക്കുരു ഉണ്ട്. ഞങ്ങളിത് ഒരു ഗ്യാങ് പിള്ളേരുണ്ട്. ഇവരെല്ലാരും ചെന്ന് കാപ്പിക്കുരു പെറുക്കും. അപ്പൊ ഞങ്ങൾക്ക് സ്കൂൾ തുറക്കുമ്പോഴത്തേനും ഇത് വിറ്റൊക്കെ കിട്ടുന്ന കാശ് കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് പറ്റും. അങ്ങനെയൊക്കെയുള്ള ആ സാഹചര്യത്തിൽ ഞങ്ങള് വേണ്ടത്ര വസ്ത്രങ്ങളില്ലാതെ, ഞാൻ 9ലും 10ലൊക്കെ പഠിക്കുന്ന സമയത്ത് യൂണിഫോം ഒഴിച്ചിട്ട് ഒരു ഡ്രസ്സേ ഉള്ളൂ, കളർ ഡ്രസ്സേ ഉള്ളൂ. അപ്പം അതിട്ടിട്ടൊക്കെ പോകുമ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട്, നിനക്കെന്താ വേറൊന്നും ഇല്ല ഇടാനായിട്ട്. കാരണം നമ്മുടെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു. പക്ഷെ കൃപയാല്
ഇന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ അലമാരി തുറന്ന് നമ്മൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആവും. ഞാൻ കുഞ്ഞുങ്ങളോടൊക്കെ പറയാം, അവര് മമ്മി ഏതിടണം എന്ന് ചോദിക്കും. ഞാൻ പറയും, നിങ്ങൾക്ക് ദൈവം ഇഷ്ടംപോലെ തന്നത് കൊണ്ടല്ലേ നമുക്ക് ചോദിക്കേണ്ടി വരും. ഞങ്ങളൊക്കെ വളർന്നപ്പം ചോദിക്കാനില്ല, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ചോയ്സ് ഇല്ലായിരുന്നു. ഇന്ന് കർത്താവ് ഇഷ്ടംപോലെ നമുക്ക് ആവശ്യത്തിന് അധികം ഞങ്ങൾക്ക് തന്നു. ഞാൻ അന്നത്തെ കാലമാണ് പറയുന്നത്, കഷ്ടതയുടെ ഒരു കാലഘട്ടമായിരുന്നു. കർത്താവ് അതെല്ലാം മാറ്റി ഞങ്ങളെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. മഹത്വമെല്ലാം കർത്താവ്. ഞാൻ ഈ ടെസ്റ്റിമണി എല്ലാം പറയുമ്പോഴും എന്റെ മഹത്വമെല്ലാം എന്റെ കർത്താവിനാ. കാരണം ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തി പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുമാറാക്കുന്ന ദൈവം എന്ന് വചനത്തിനകത്തുണ്ടെങ്കിൽ, ആ വചനം അത് പറയുമ്പോൾ എന്റെ ജീവിതത്തിന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞാനത് അനുഭവിച്ച വ്യക്തിയാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ഞങ്ങളുടെ കഷ്ടത മാറില്ല. അപ്പൊ അമ്മച്ചിയോട് ഞങ്ങൾ പറയാം, അമ്മച്ചി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോയിട്ടും നമ്മുടെ കഷ്ടതകൾ മാറുന്നില്ല, പ്രയാസങ്ങൾ മാറുന്നില്ല, വീട്ടിലെ പ്രശ്നങ്ങൾ മാറുന്നില്ല, അപ്പച്ചന്റെ സ്വഭാവത്തിനകത്ത് മാറ്റങ്ങൾ വരുന്നില്ല. ഒരിക്കലും ഞങ്ങൾ ഒരു കൺവെൻഷനെ കടന്നു പോയിട്ട് മടങ്ങി വന്നപ്പം അപ്പച്ചൻ രാത്രിയില് വീട്ടിൽ നേരത്തെ വന്നു. ഞങ്ങൾ ഉദ്ദേശിച്ച സമയത്തിന് മുമ്പേ അപ്പച്ചൻ ഒന്ന് വന്നു. ഞങ്ങളുടെ ഒരു ഓല വീടായിരുന്നു. വീട് അകത്തുനിന്ന് ലോക്ക്, അപ്പച്ചൻ അകത്തുനിന്ന് കുറ്റിയിട്ടു. അപ്പച്ചൻ അകത്ത് കിടക്കാം, ഞങ്ങൾ ലോക്ക്. ഞങ്ങൾ മുറി വന്ന് തട്ടിയപ്പോഴത്തേനും അപ്പച്ചൻ പറഞ്ഞു, ഈ പിശാചുക്കളൊക്കെ വന്നതുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് പോയതൊക്കെ തിരിച്ചു വന്നോ എന്നും ചോദിച്ചുകൊണ്ട് അപ്പച്ചന്റെ ദേഷ്യം കയറിയിട്ട് അപ്പച്ചൻ ഓടിച്ചെന്ന് 5 ലിറ്റർ മണ്ണെണ്ണ എടുത്ത് ഞങ്ങളുടെ അടുപ്പിലേക്ക് ഒഴിച്ചു. അടുപ്പിലേക്ക് 5 ലിറ്റർ മണ്ണെണ്ണ ഒഴിക്കുമ്പം അന്നത്തെ കാലത്ത് ഈ വിറക് ഉണങ്ങാനായിട്ട് അടുപ്പിന്റെ ചേര് പോലൊരു സാധനം വെച്ചിട്ടുണ്ട്. അതിനകത്ത് വിറക് ഉണങ്ങാനായിട്ട് വെക്കും. മഴക്കാലത്തൊക്കെ കത്തിക്കാനായിട്ട് ഈ പുക കൊണ്ട് അടുപ്പിന്റെ മുകളിൽ ഇങ്ങനെ തട്ടായിട്ട് വെക്കും. അപ്പം ഈ പുക കൊണ്ട് ഈ വിറക് ഉണങ്ങും. അപ്പൊ മഴക്കാലത്ത് നമുക്ക് കത്തിക്കാം. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ, അങ്ങനെ ഒരു വിറകിന്റെ ഒരു അടുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മണ്ണെണ്ണ ഇങ്ങനെ ആളി കത്തി. അപ്പം അമ്മച്ചി ഇങ്ങനെ പറയാനായിട്ട് ഇടയിൽ, കർത്താവേ, ഇന്ന് ഞങ്ങളുടെ പിതാവ്, എന്റെ ഭർത്താവ് ഇതിനകത്ത് മരിച്ചാൽ ജനങ്ങൾ എന്നെ കല്ലെറിയും. കാരണം ഞാൻ വിശ്വാസത്തിലേക്ക് പോയതിന്റെ ദേഷ്യമാണെന്നോ, ജനങ്ങൾ എന്നെ കല്ലെറിയും. കർത്താവ് അതിന് ഇടവരുത്തുന്ന അമ്മച്ചി പെട്ടെന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആ ഭവനത്തിന് ചുറ്റും ഓടി നടന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഓടി നടന്ന് പ്രാർത്ഥിച്ചപ്പോ തന്നെ കത്തി 5 ലിറ്റർ മണ്ണെണ്ണ ഇങ്ങനെ ഭൂന്ന് പറഞ്ഞിങ്ങനെ ആളി കത്തിയത് പെട്ടെന്ന് അങ്ങ് കെട്ടുപോയപ്പോ അപ്പച്ചൻ പറയാണ്, ഈ പിശാചുക്കൾ വന്നതോടുകൂടെ ഈ തീയും കത്താതെയായിരുന്നു. പിന്നെ പിതാവിനെ ആരോ പിടിച്ചു കിടത്തുന്നത് പോലെ പിതാവ് പോയി കിടക്കാനായിട്ട് ഇടയായി തീർന്നു. അതൊരു ഡിസംബർ മാസമായിരുന്നു. നല്ല തണുപ്പുള്ള രാത്രി. വയനാട്ടിലെ തണുപ്പ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തണുപ്പായിരുന്നു ഡിസംബർ മാസത്തിലൊക്കെ. അമ്മച്ചിയുടെ ഒരു സാരിത്തുമ്പിനകത്ത് ആടിന് കൊടുക്കാൻ വെച്ച ചപ്പിന് മൂടില് ഞങ്ങള് 4 പെൺകുഞ്ഞുങ്ങളും കിടന്നു, അമ്മച്ചിയും കിടന്നു. ഞങ്ങൾ അന്ന് ഉറങ്ങി നേരം വിളിപ്പിച്ചു. അപ്പൊ സ്കൂളിൽ പോകണം, അപ്പച്ചൻ വാതിൽ തുറക്കുന്നില്ല. അമ്മച്ചി വീടിന്റെ ഒരു സൈഡ് ഇങ്ങനെ ഒരു കട്ട ഇളക്കി വാതില് തുറന്ന് ഞങ്ങൾക്ക് വേണ്ട ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു. ഞങ്ങളെയും പറഞ്ഞു വിട്ടു, അമ്മച്ചിയും പണിക്കും. പക്ഷെ അത്ര ഡീപ് സ്ലീപ്പിലായിപ്പോയി അപ്പച്ചൻ. അത്രമാത്രം ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. എന്റെ പിറ്റേ ദിവസം ഞങ്ങൾ കാണുന്നത് അപ്പച്ചനും ഒരുമിച്ച് കുടിച്ചോളിരിക്കുന്ന സമയത്ത് ആരൊരു കുപ്പി പൊട്ടിച്ച് അപ്പച്ചന് നെറ്റി മുറിഞ്ഞ് അപ്പച്ചൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നതായിട്ട് ഞങ്ങൾ അറിയുന്നത്. അമ്മച്ചി തന്നെയാണ് പോയി ശുശ്രൂഷിച്ചതും എല്ലാം ചെയ്തത്. എന്റെ മാതാവിന്റെ ഒരു പ്രത്യേക സവിശേഷത, അന്നും ഇന്നും എന്തൊക്കെ ചെയ്താലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അമ്മച്ചിക്ക് നല്ലൊരു ഹൃദയം, എല്ലാവരും സ്നേഹിക്കാനുള്ളൊരു ഹൃദയമുണ്ട്. അന്നും അപ്പച്ചന് വേണ്ടി ഇന്നും എന്റെ മാതാവും പിതാവും മാത്രമേ ഭവനത്തിലുള്ള സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന എന്റെ മാതാവാണ്. അപ്പം അമ്മച്ചിക്ക് അങ്ങനെ അപ്പച്ചൻ അങ്ങനെ കാണിച്ചാൽ ഒരു വയ്യായ്ക വരുമ്പോഴോ വിഷമം വരുമ്പോഴോ അമ്മച്ചിയാലാവാതെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ പിതാവിന് വേണ്ടി ചെയ്തു കൊടുക്കുമായിരുന്നു. അങ്ങനെ പിന്നീട് ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ കുളിക്കാനായിട്ട് കടവിലേക്ക് പോയി സമയത്ത്, ആ സമയത്തല്ല അപ്പച്ചൻ പറയും, നിങ്ങൾ ആരെങ്കിലും ഒരാൾ മരിക്കണം. അപ്പച്ചൻ പറയുന്നത് എന്താ വെച്ചാൽ, മരിച്ചു കഴിഞ്ഞാൽ ഏത് പാസ്റ്റർമാര് വരും ഇവിടെ, ആര് വന്ന് നിങ്ങളെയൊക്കെ അടക്കും, എവിടെ അടക്കും? പെന്തക്കോസുകാര് സെമിട്രി ഒന്നും ഇല്ലാത്ത ആൾക്കാരെന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇത് എവിടെ അടക്കും, ഇത് എങ്ങനെ ചെയ്യും, ഏത് പെന്തക്കോസുകാരൻ ഇവിടെ വരും, എനിക്കൊന്ന് കാണാം. അപ്പം അപ്പച്ചന് ഒരു ഭയങ്കര വാശിയായിരുന്നു. അപ്പൊ ഞങ്ങളെ കൊല്ലണം, അപ്പച്ചന് മരിക്കണം, ഞങ്ങളെ കൊല്ലണം, ഈ ഒരു ചിന്ത മാത്രമേ അപ്പച്ചന്റെ ഹൃദയത്തിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് വന്നതുകൊണ്ട്. അപ്പൊ പലരും ഇങ്ങനെ സ്പിരിറ്റ് കയറ്റാനുണ്ട്, ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞു കൊടുക്കാനൊക്കെ ഉണ്ട്. ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ കുളിക്കാനായിട്ട് കടവിലേക്ക് പോയി. ഞങ്ങൾ 4 പെൺമക്കളും ഇങ്ങനെ കടവിലേക്ക് പോയി. കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്നെയും എന്റെ 2ാമത്തെ ചേച്ചിയെയും കുളിച്ച് ഒരു പാറയുടെ പുറത്തിട്ട്, ആ കടവെന്ന് പറയുന്നത് ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ വെള്ളം ചാട്ടം, എത്ര ഒച്ച വെച്ചാൽ ആരും കേൾക്കത്തില്ല, അങ്ങനത്തെ ഒരു കടവാ. അപ്പൊ ഞങ്ങൾ ഈ പാറയുടെ പുറത്ത് ഇങ്ങനെ ഇരിക്കുക. മൂത്ത ചേച്ചി കുളിക്കാനായിട്ട് ഇറങ്ങി, ചേച്ചി പെട്ടെന്ന് ഒരു ചുഴിക്കകത്തേക്ക് പെട്ടു. 2ാമത്തെ ചേച്ചി വലിച്ചു കയറ്റാനായിട്ട് ചെന്നു, ചേച്ചിയും ആ ചുഴിക്കകത്തേക്ക് പെട്ടു. അപ്പം മൂത്ത ചേച്ചി അങ്ങനെ പൊങ്ങി വന്നു, കരയ്ക്ക് കയറി. 2ാമത്തെ ചേച്ചി ഇങ്ങനെ ചുഴി കിടന്ന് ഇങ്ങനെ ഒരു മരണവെപ്രാളത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഒരു ആദിവാസി ചേട്ടൻ ഓടി വരികയാണ്.
ഓടി വന്നിട്ട് ഇദ്ദേഹം എടുത്തു ചാടി വെള്ളത്തിനകത്തേക്ക് ചാടി ഞങ്ങളുടെ ചേച്ചിയെ കരയ്ക്ക് കയറ്റി. അപ്പം അതിന് ശേഷമായിട്ട് ആ ചേട്ടൻ വന്നത് കൊണ്ട് അത് ആണുങ്ങളുടെ കടവല്ല, പെണ്ണുങ്ങൾ മാത്രം കുളിക്കുന്ന കടവ്, ഒരിക്കലും ആണുങ്ങൾ ആരും വരത്തില്ല. പിന്നീട് എന്റെ അമ്മച്ചിയെ കണ്ടപ്പോ ആ ചേട്ടൻ പറയും, എന്റെ ചേച്ചി നിങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഭയങ്കര ശക്തിയുണ്ട്. കാരണം ഞാൻ അങ്ങേ അറ്റത്ത് പോത്തിനെ മേയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ആരോ പറയുകയാണ് ഈ കടവിലേക്ക് ചെല്ലുന്ന് പറഞ്ഞ്, ഞാനിങ്ങനെ പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവല്ല, ഞാൻ എങ്ങനെ വരുമെന്ന് വിചാരിച്ചു, എന്നെ ആരോ ഏതൊരു ശക്തി വന്ന് വലിച്ചുകൊണ്ട് വന്ന പോലെ ഞാൻ അവിടുന്ന് ഓടുകയായിരുന്നു എന്ന് പറഞ്ഞു. അന്ന് ആ ചേട്ടൻ ആ കടവിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ചേച്ചി അന്ന് മരണപ്പെടുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ അപ്പൊ നിങ്ങൾ മരിച്ചില്ലാല്ലേ, എനിക്കൊന്ന് കാണണ്ടയായിരുന്നു നിങ്ങൾ മരിക്കേണ്ടതായിട്ടെന്ന്. പക്ഷെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങളുടെ മാതാവ് നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മച്ചി വിശ്വാസത്തിലേക്ക് വന്ന സമയത്തെല്ലാം പൂർണ്ണമായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും സ്വർഗീയ ദർശനങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അമ്മച്ചിക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല, പക്ഷെ അമ്മച്ചി ഇങ്ങനെ ദർശനങ്ങളിലൂടെ വചനങ്ങൾ കർത്താവ് എഴുതി അമ്മച്ചിക്ക് കാണിച്ചു കൊടുക്കും. വരുവാനിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ച്, ഇന്നും അങ്ങനെ അന്നും അങ്ങനെ വരുവാനിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ചും കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും എല്ലാം അമ്മച്ചിക്ക് വ്യക്തമായിട്ട് നിയോഗം പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുക്കും. അപ്പൊ അമ്മച്ചി ഞങ്ങൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാല് അപ്പം മുതൽ ഇത് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അമ്മച്ചിയുടെ ഒരു ഭയങ്കര പ്രൊട്ടക്ഷൻ ഞങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ. ആ ഒരു പ്രൊട്ടക്ഷനകത്തായിരുന്നു ഞങ്ങളായിരുന്നത്. ഞാൻ അപ്പച്ചൻ പലപ്പോഴും സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഒരു ദിവസം അപ്പച്ചൻ ഒരു വലിയ കയറൊക്കെ വാങ്ങിച്ചു. ഞങ്ങള് പുൽപ്പള്ളി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വലിയൊരു ഫോറസ്റ്റാ, അവിടെയൊക്കെ ഏറ്റവും വലിയൊരു മരം കണ്ടുപിടിച്ചിട്ട് അപ്പച്ചൻ വിചാരിച്ച് അപ്പച്ചന്റെ ഡെഡ് ബോഡി പോലും ആർക്കും കിട്ടരുത്, ഞങ്ങളത് അന്വേഷിച്ച് നടക്കണം, ഞങ്ങള് നടന്നാലും ഞങ്ങൾക്ക് കാണരുതെന്ന രീതിയിൽ അപ്പച്ചൻ പോയി ആ പുൽപ്പള്ളിയിൽ ഒരു ഫോറസ്റ്റിനകത്ത് ചെന്നൊരു മരത്തിന്റെ ചോട്ടിരുന്ന് അവസാനത്തെ വീഡിയും കൂടെ വലിച്ചു തീർത്തിട്ട് മരിക്കാം എന്നുള്ള രീതിയിൽ അപ്പച്ചൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ അപ്പച്ചന്റെ അടുത്ത് വന്നിട്ട്, നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? അപ്പച്ചൻ പറഞ്ഞു, എനിക്ക് മരിക്കണം. നീ എന്തിനാ മരിക്കണം? നിനക്ക് 4 പെൺകുഞ്ഞുങ്ങളില്ലേ, നിന്റെ ഭാര്യ ചെറുപ്പക്കാരില്ല, അവള് വിധവയാകത്തില്ല, കുഞ്ഞുങ്ങൾക്ക് അപ്പൻ വേണ്ടേ, പോകാൻ പറഞ്ഞു. അപ്പൊ അപ്പച്ചൻ ആ കയറ് അവിടെ ഇട്ടിട്ട് അപ്പച്ചൻ തിരിച്ച് ഭവനത്തിലേക്ക് വരിക. ഞങ്ങൾ വിശ്വസിക്കുക ശരിക്കും അതൊക്കെ ഒരു ദൈവിക ദൂതനായിരുന്നു അവിടെ ഇറങ്ങി അപ്പച്ചനോട് സംസാരിച്ചിരുന്നത്. പിന്നെ പലപ്പോഴും രാത്രിയിലൊക്കെ എഴുന്നേറ്റ് അമ്മച്ചിങ്ങനെ ഈ വരാന്തയിലൊക്കെ നിൽക്കുന്ന കഴിവിന്റെ മീത് ഇങ്ങനെ ഒരു ശബ്ദം കേട്ട് നോക്കുമ്പോൾ അപ്പച്ചൻ സൂയിസൈഡ് ചെയ്യാനായിട്ട് അപ്പച്ചനൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. കയറൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുമായിരിക്കും. അപ്പം പലപ്പോഴും അപ്പച്ചനായിട്ട് വിളിച്ചകത്തേക്ക് കയറ്റും. കാരണം കുടിച്ചു വന്നു കഴിയുമ്പോൾ ഞങ്ങളോടുള്ള വാശി അതെങ്ങനെയെങ്കിലും തീർക്കണം. പിന്നെ ഞങ്ങൾ അനുസരിച്ചില്ല, ഞങ്ങൾ അപ്പച്ചനെ മറുതലിച്ച് പോയി. ആ ഒരു സങ്കടമൊക്കെ ആയിരുന്നു. അപ്പം എങ്ങനെയെങ്കിലും ഈ ഒരു അനുഭവത്തിൽ ഞങ്ങളെല്ലാം നശിപ്പിക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിനകത്തായിരുന്നു അപ്പച്ചനിരുന്നത്. ഒരിക്കലും ഇതുപോലെ മൂത്ത ചേച്ചി 10ാം ക്ലാസ് കഴിഞ്ഞ് അന്ന് 11, 12 ഒക്കെ ആയിരുന്നു. ആ സമയത്ത് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ചേച്ചിക്ക് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ചേച്ചി പിന്നെ പഠിക്കാനായിട്ട് പോയി. അപ്പൊ അപ്പച്ചൻ ട്യൂഷൻ ഫീസ് കൊടുത്തു. തിരിച്ച് വൈകിട്ട് രാത്രി വന്നപ്പോ ചേച്ചിയോട് ചോദിച്ചു, ഞാൻ തന്ന ട്യൂഷൻ ഫീസ് എന്ത്? ചേച്ചി പറഞ്ഞു, പക്ഷെ ഞാനത് സാറിന് കൊടുത്തല്ലോ, നീ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഒച്ച വെച്ചു. അപ്പൊ ചേച്ചി പറഞ്ഞു, ഇല്ല. എന്നാ അച്ഛൻ പറഞ്ഞു, വലിയൊരു കത്തി കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് അപ്പച്ചൻ ഒരു കത്തി എടുത്തു, കാല് നീട്ടി വെക്കാൻ പറഞ്ഞു. കാല് നീട്ടി വെക്കാൻ പറഞ്ഞിട്ട് ആ പൈസ താടി ചേച്ചി പറഞ്ഞു, പൈസ കൊടുത്ത് എന്റെ കയ്യിൽ ഇല്ലെന്ന് പറഞ്ഞു. ഈ കത്തി ഇങ്ങനെ ഓങ്ങി ഇങ്ങനെ പെട്ടെന്ന് പോലെ ഇങ്ങനെ ആഞ്ഞു വന്നിട്ട് അപ്പച്ചന് കൈ താത്താൻ പറ്റുന്നില്ല. ആ കൈ ഇങ്ങനെ ായി പോയൊരവസ്ഥ. അപ്പം ചേച്ചി അങ്ങ് ഭയങ്കരമായിട്ട് ഭയന്നു പോയി. കാരണം കാല് വെട്ടും എന്നുള്ളൊരു രീതിയിലേക്ക് ഒരിക്കലും അപ്പച്ചൻ ചെയ്യത്തില്ല. പക്ഷെ ചേച്ചിയെ പേടിപ്പിക്കാനായിട്ട് ചെയ്തതാണെങ്കിൽ പോലും അവിടെയും കർത്താവ് വന്ന് തടയാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ ഒരു ദിവസം ഞങ്ങള് വീട്ടിനകത്ത് ഇരിക്കുന്ന സമയത്ത് അപ്പച്ചൻ ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഞാനായിരുന്നു ഏറ്റവും ഇളയാള്. അപ്പൊ എന്നോട് പറഞ്ഞു, മോളെ ഒരു വിളക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാനിപ്പോ വിളക്കിട്ട് അപ്പച്ചൻ പുറത്ത് നിൽക്കുകയാണ്. ഞാൻ വിളക്ക് കൊണ്ടുവന്നു. അന്നൊക്കെ ഓട്ടുവിളക്കായിരുന്നു, അതിനടിച്ചു പൊട്ടിച്ചു. പിന്നെ അകത്തിരിക്കുന്ന എല്ലാ വിളക്കും ഞാൻ കൊണ്ടുപോയി കൊടുത്തു. എന്നോട് ചോദിക്കും, ഞാൻ എല്ലാ വിളക്കും കൊണ്ടുപോയി കൊടുത്തു. ഈ വിളക്കെല്ലാം അപ്പച്ചൻ അടിച്ചു പൊട്ടിക്കാനായിട്ട് ഇടയിരുന്നു. എന്റെ അപ്പച്ചനങ്ങ് ഇറങ്ങിപ്പോയി. അപ്പച്ചൻ ഇറങ്ങിപ്പോയപ്പോ അമ്മച്ചിയും അപ്പച്ചന്റെ പുറകെ പോയി. ഞങ്ങൾ 4 പേരും ഞങ്ങൾ 5 പേരും കൂടെ അപ്പച്ചന്റെ പുറകെ പോയി. ഇരുട്ടിനകത്തിരിക്കുകയാണ്. ഞങ്ങളുടെ വന്നൊരു കാപ്പിത്തോട്ടത്തിന്റെ നടുക്ക് ഉള്ളൊരു ഭവനം, ഒറ്റപ്പെട്ട ഒരു ഭവനമാണ്. അപ്പം തൊട്ടപ്പുറത്തൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചി ചോദിച്ചു, നീ എങ്ങോട്ടാ പോകണേ? നേരെ പറഞ്ഞു, ഞാൻ എങ്ങോട്ടെങ്കിലും പോകും. അപ്പൊ ഈ പിള്ളേർ ഇവരെന്ത് ചെയ്യും? വീട്ടിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിനകത്ത് വന്ന് അപ്പച്ചൻ തന്നെ ഞങ്ങൾക്ക് കുപ്പി ഉണ്ടാക്കി, കുപ്പിക്കകത്ത് മണ്ണെണ്ണ ഒഴിച്ച് വിളക്ക് തിരി ഉണ്ടാക്കി. ആ തിരിക്കകത്ത് അപ്പച്ചൻ തന്നെ ഞങ്ങളോട് ചോറ് കഴിക്കാറുണ്ട്. അങ്ങനെ ഒരുമിച്ച് എല്ലാവരും കൂടെ അന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഒത്തിരി ഞങ്ങളുടെ ജീവിതത്തിനകത്ത്
മറക്കാൻ കഴിയാത്ത ഒത്തിരി അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയി. അപ്പോഴെല്ലാം ഞങ്ങളിങ്ങനെ അമ്മച്ചിയോട് ചോദിക്കാം, അമ്മച്ചി നമുക്കൊരു സന്തോഷമില്ല, സമാധാനമില്ല, വീട്ടിനകത്തേക്ക് വരുമ്പോ രാത്രിയാകുമ്പോ ഒരു ഭയമാണ്, ഈ ഒരു അറ്റ്മോസ്ഫിയറിനകത്ത് എങ്ങനെ നിൽക്കുമെന്നുള്ളൊരു ഭയം, എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. ഞങ്ങൾ പറയും, അമ്മച്ചി എന്തിനാ ഇങ്ങനെ, നമുക്ക് മരിച്ചു കളയും, ഇനി എന്തിനാ ജീവിക്കുന്നത്, ജീവിതത്തിനകത്തൊരു സന്തോഷം. അപ്പൊ ഒക്കെ അമ്മച്ചി അറിയില്ല മക്കളെ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് പറയും. ഞങ്ങൾക്ക് പണ്ടൊന്നും വീടിനകത്ത് കുടുംബ പ്രാർത്ഥന ഫാമിലി പ്രെയർ നടത്താനുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല. ഞങ്ങളിങ്ങനെ അപ്പച്ചൻ വരുന്ന സമയത്ത് അപ്പച്ചൻ അന്ന് ഹവാക്കറിന് ഒരു വള്ളിച്ചെരിപ്പുണ്ട്, അപ്പച്ചനൊരു മൂളിപ്പാട്ടും പാടും, ഹവാക്കറിന് ഒരു വള്ളിച്ചെരിപ്പുണ്ട്. അതിങ്ങനെ ഇട്ട് വരുമ്പോ ഈ വള്ളിച്ചെരിപ്പ് അടിക്കുന്ന ശബ്ദം കേൾക്കും, ഈ മൂളിപ്പാട്ട് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാം അപ്പച്ചൻ വരുന്നുണ്ടെന്ന്. ഒരു ദിവസം ഞങ്ങൾ പാട്ട് പാടിക്കൊണ്ടിരിക്കും, ഇന്ന് പകൽ മുഴുവൻ കരുണയോടെ എന്നെ സൂക്ഷിച്ചവനെ എന്നുള്ള പാട്ടിങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. ആ പാട്ടിങ്ങനെ പാടി അതിനകത്തിരിക്കുന്ന സമയത്ത് അപ്പച്ചൻ വന്നത് അറിഞ്ഞില്ല. സാധാരണ ഞങ്ങൾക്ക് ഒരു പട്ടി ഉണ്ടായിരുന്നു, ആ പട്ടി കുരയ്ക്കും, അപ്പച്ചന്റെ ശബ്ദം കേൾക്കുമ്പോഴേ പട്ടി ഞങ്ങൾക്ക് സിഗ്നൽ വരുമായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം പട്ടി അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. അപ്പച്ചൻ വേഗം വാതിൽ തുറന്ന് അകത്ത് കയറി നിൽക്കുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നല്ല. സാധാരണ അങ്ങനെ വരുമ്പോ ഞങ്ങൾ പാട്ടുപുസ്തകം എല്ലാം ഒരു ബാസ്ക്കറ്റിനകത്താക്കി കട്ടിനടിയിലേക്ക് അങ്ങ് എറിഞ്ഞിടും. എറിഞ്ഞിട്ട് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞാലേ കുഞ്ഞുങ്ങൾ 4 പേരും 4 ഭാഗത്തേക്ക് ചെതറി ഓടും. അമ്മച്ചി അടുക്കളയിലേക്ക് പോകും. അപ്പൊ ഒന്നും അറിയത്തില്ല, ഒന്നും നടക്കാത്ത ഭാവത്തിലായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങളിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കും, ഇന്ന് പകൽ മുഴുവൻ ഞങ്ങളെ കരുണയോടെ കാത്ത ദൈവം. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, ആഹാ, ഇന്ന് പകലൊക്കെ കാത്ത ദൈവം ഉണ്ടല്ലോ, ഇന്ന് രാത്രിയിൽ നിങ്ങളെ കാക്കും, ഒരൊറ്റ കുഞ്ഞ് ഇവിടുന്ന് എഴുന്നേക്കരുതെന്ന്. അപ്പൊ എന്റെ ചേച്ചി ഇങ്ങനെ പനിച്ച് വിറച്ച് കട്ടിലേക്ക് കിടക്കുക. ചേച്ചിന്റെ കട്ടിലെ നിർത്തി ഒറ്റ ഏറ് ഇട്ട് താഴേക്ക് തീർന്നു, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളം പറഞ്ഞു. അന്നത്തെ ആ പ്രാർത്ഥന കൊണ്ട് ചേച്ചിയുടെ പനിയും മാറി. ഞങ്ങൾക്ക് അന്നു മുതൽ പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയ സ്വാതന്ത്ര്യം കർത്താവ് ഞങ്ങൾക്ക് തരാനായിട്ടിടയായിട്ട് ഞങ്ങൾക്ക് വലിയൊരു സ്വാതന്ത്ര്യം കിട്ടി. അന്നു മുതൽ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന നിർത്താതെ നടത്തുവാൻ, സ്വാതന്ത്ര്യത്തോടെ നടത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ആ ഒരു സമയങ്ങളെല്ലാം കഴിഞ്ഞു. അതിനുശേഷമായിട്ട് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യും, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യും, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വലിയ പ്രവർത്തിക്കും, കർത്താവ് ഞങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം തരും എന്നൊരു വിശ്വാസത്തിനകത്ത് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് അമ്മച്ചിക്ക് ഇങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ദർശനം കൊടുത്തു. ഞങ്ങളുടെ പിതാവിന്റെ പേര് ജീവന്റെ പുസ്തകത്തിനകത്ത് എഴുതുന്ന ഒരു ദർശനം ഞങ്ങളുടെ മാതാവ് കാണാനായിട്ട് ഇടയായി തീർന്നു. അമ്മച്ചി ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ അതെന്നാണ് സംഭവിക്കുന്നത്, എപ്പോഴാണ് നമുക്ക് അറിയത്തില്ല അതെന്നാണ് സംഭവിക്കുന്നതെന്ന്. എന്നാൽ കർത്താവ് ഇങ്ങനെ കാണിച്ചു കൊടുത്തു ജീവന്റെ പുസ്തകത്തിൽ അമ്മച്ചിയുടെ പേര് എഴുതുന്നതായിട്ട്. അങ്ങനെ ഞാനും എന്റെ പിതാവും ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ സാക്ഷീകരിക്കൊരു ഒരാണ്ടൃതി യോഗം വന്ന സമയത്ത് ഞങ്ങൾ മീറ്റിങ്ങിനായിട്ട് കടന്നു പോകുന്ന സമയത്ത്, അതിന് മുൻപായിട്ട് അമ്മച്ചിയുടെ അനുജത്തിയുടെ ഹസ്ബൻഡ് വീട്ടിൽ വന്നപ്പോ പറഞ്ഞു, ചേട്ടാ എത്ര നാളിങ്ങനെ ജീവിക്കും, ചേട്ടൻ 4 പെൺകുഞ്ഞുങ്ങളില്ലേ, അതുകൊണ്ട് ചേട്ടൻ ഈ മദ്യപാനത്തിൽ നിന്നൊക്കെ ഒന്ന് വിമുക്തി നേടിയിട്ട് കർത്താവിലേക്ക് കടന്നു വാ, ദൈവത്തിൽ വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞിങ്ങനെ അപ്പച്ചനോട് പറഞ്ഞത് കൊണ്ട് അപ്പച്ചൻ എന്ത് ചെയ്തു, അപ്പച്ചന്റെ മനസ്സിനകത്ത് ഇങ്ങനെ ഒരു വലിയ വ്യത്യാസങ്ങൾ വരാനായിട്ട് ഇടയായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒത്തിരി പാസ്റ്റേഴ്സ് ഒക്കെ വീട്ടിൽ വരും, അപ്പച്ചൻ അറിയാതെ വരികയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പം ഞങ്ങളാണെങ്കിലും അമ്മച്ചി ഞങ്ങളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, ആലയത്തിനകത്തേക്ക് എല്ലാ ദിവസവും ഞായറാഴ്ചകൾ ആലയത്തിൽ പോകുമ്പോൾ ഞങ്ങൾ നേരത്തെ വിടും. ഞങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ അന്നിങ്ങനെ ഈ നമ്മൾ പിടിയേരിയൊക്കെ കൊണ്ടുപോകുന്ന സമയം കൂടെ അങ്ങനെ ചെയ്യും. ആലയത്തിൽ എന്ത് ജോലികളുണ്ടെങ്കിലും ആലയത്തിന്റെ പണിക്കൊക്കെ ഞങ്ങളെ കുട്ടികളൊന്നുമില്ല, ഞങ്ങളെല്ലാം അതിനകത്തേക്ക് വിടും. അപ്പൊ ചെറുപ്പത്തിലെ പ്രാർത്ഥിക്കാനായിട്ട് അപ്പൊ അമ്മച്ചിക്ക് ഭയങ്കര നിർബന്ധമാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് മുട്ടയിലിരുന്നില്ലെങ്കിൽ അമ്മച്ചി ദർശനത്തിലൂടെ കണ്ണടച്ചിരുന്നാൽ ആരാണ് മുട്ടയിലിരിക്കാത്തെന്ന് വെച്ചാൽ അവരെ പിച്ചിട്ട് ഞങ്ങൾ മുട്ടയിലിരുത്തിപ്പിക്കും. അപ്പൊ മുട്ടയിലിരുന്നാൽ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആത്മീയ ശിക്ഷണത്തിൽ വളർത്തിയതുകൊണ്ട് ഞങ്ങൾ ചെറുപ്പം മുതലേ പ്രാർത്ഥിക്കാനായിട്ട് പഠിച്ചു. പ്രാർത്ഥിക്കാനുള്ള വലിയൊരു ആഗ്രഹവും മണിക്കൂറുകളിൽ ഒന്നും അറിഞ്ഞിട്ടല്ലെങ്കിലും ഞങ്ങൾ ചേച്ചിമാരൊക്കെയാണ് ഞങ്ങൾ ഇരുന്ന് ആരാധിക്കും. ഞങ്ങളുടെ ആരാധന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടുക്കളയിലായിരിക്കും ഇരിക്കുന്നത്. ചേച്ചിമാർക്കൊക്കെ ദൈവസാന്നിധ്യം ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഒരു അടുക്കളയിൽ കൂടെയൊക്കെ കറങ്ങി ആരാധിക്കുന്ന ഒരു സമയങ്ങളായിരുന്നു. അപ്പൊ ഞങ്ങൾ അതുപോലെ ഞങ്ങള് ആരാധിക്കുന്ന കണ്ട ഒത്തിരി ജനങ്ങളുള്ളത് പോലത്തെ ഒരു അനുഭവമായിരുന്നു. അതുപോലെ ഞങ്ങൾ 4 പേരെയും കർത്താവ് അഭിഷേകത്താല് പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ നിറച്ചു. എന്നൊക്കെ അമ്മച്ചി പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. കർത്താവ് ഫിലിപ്പോസിന്റെ മക്കളെ പോലെ 4 പെൺകുഞ്ഞുങ്ങൾ പ്രവാചകിമാരായിട്ട് മാറണം, അവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, കർത്താവിന്റെ വേലയാണ്. അപ്പൊ അമ്മച്ചിയുടെ ഒരു ആഗ്രഹമായിരുന്നു എപ്പോഴും ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ഇങ്ങനെ എപ്പോഴും
ഈ ആത്മീക കാര്യങ്ങൾ കൊണ്ട് നിറയ്ക്കുമായിരുന്നു. അന്നും ഇന്നും ഇങ്ങനെയാണ്. ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ മാതാവാണ്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇന്നും ഞങ്ങള് 4 പേരും ഫോൺ വിളിച്ചാൽ ഞങ്ങൾക്ക് മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ കേൾക്കുന്നതും ഞങ്ങൾ അറിയുന്നതും ദൈവം സംസാരിക്കുന്നതുമായ കാര്യങ്ങളാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ 5 പേരും തമ്മിൽ സംസാരിക്കുന്നത്. കാരണം ഇന്നും അമ്മച്ചി കാണുന്ന ദർശനങ്ങൾ ഞങ്ങളോട് പറയും, ഞങ്ങളെ ബലപ്പെടുത്തും, ഞങ്ങളോട് ദൈവം സംസാരിക്കുന്ന കാര്യങ്ങൾ പറയും. ഞങ്ങളുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ദിവസം ഈ അപ്പച്ചനോട് ഇങ്ങനെ ഇവർ പറഞ്ഞത് കൊണ്ട് അപ്പച്ചൻ വരാമെന്ന് തീരുമാനിച്ചു. അപ്പൊ അമ്മച്ചിനെ ഇങ്ങനെ 2 പേരെ കാണിച്ചു. പക്ഷെ ഒരാളുടെ പേര് അപ്പച്ചന്റെ ഫ്രണ്ടും വന്നു. 2 പേര് വരുന്നതായിട്ട് കാണിച്ചു. പക്ഷെ അപ്പച്ചന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നു, മറ്റേ ബ്രദറിന്റെ പേര് എഴുതുന്നില്ല. അപ്പൊ അമ്മച്ചി എന്നാ പിന്നെ 31-ാം തീയതി ആണ്ടൃതി യോഗത്തിന് അപ്പച്ചൻ കടന്നു വന്നു. അപ്പച്ചൻ അന്ന് യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചു. പക്ഷെ എനിക്ക് കർത്താവിന്റെ അപ്പച്ചന്റെ കൂടെ തന്നെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ, ഞാൻ അപ്പച്ചനും ഒരേ പുഴയിൽ ഒരേ ദിവസം ഒരുമിച്ചാണ് സ്നാനപ്പെട്ടത്. അതിനുള്ള വലിയ ഭാഗ്യം കർത്താവ് എനിക്ക് തന്നു. അപ്പച്ചനത് ആദ്യമൊക്കെ ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. കുടിച്ചും വലിച്ചൊക്കെ നടന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പച്ചൻ ഇങ്ങനെ കുടിക്കണം പരിക്കുന്ന മിഠായിയൊക്കെ വായിലിട്ടാണ് അതിനെല്ലാം അതിജീവിച്ചത്. അപ്പൊ കർത്താവ് അങ്ങനെയുള്ള ഒരു ഭാഗ്യം ഞങ്ങളുടെ വീടിനകത്ത് തന്നു. ഇന്നും ആ ദേശത്ത് ഞങ്ങളുടെ കുടുംബത്തെ പോലെ സാക്ഷ്യമുള്ള മാതൃകൾ ഒരു കുടുംബം വേറെയില്ല. കാരണം മറ്റെല്ലാ കുടുംബങ്ങളെല്ലാവരും കുടിയന്മാരും പ്രശ്നം ഉണ്ടാക്കുന്നവരും സ്വത്തിന് മുതലൊക്കെ വേണ്ടി വഴക്കുണ്ടാക്കുന്ന പിള്ളേരൊക്കെ വരുമ്പം ഞങ്ങളുടെ കുടുംബത്തിനകത്ത് എല്ലാവരും ഞങ്ങള് 4 പെൺമക്കളും 4 പെൺകുഞ്ഞുങ്ങൾക്ക് കൊടുത്ത ഭർത്താക്കന്മാരും എല്ലാവരും ഞങ്ങൾ കൃപയാൽ ഇന്ന് വരെ വളരെ സന്തോഷമായിട്ട് കഴിയുവാനുള്ള ഭാഗ്യം കർത്താവ് ഇന്ന് വരെ ഞങ്ങൾക്ക് തന്നു. മഹത്വം എല്ലാം കർത്താവിന്. ഇതെല്ലാം പറയുമ്പോഴും എല്ലാ മഹത്വം എന്റെ കർത്താവിന്. അങ്ങനെ എന്റെ അപ്പച്ചന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഒത്തിരി ഒത്തിരി അനർത്ഥങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വന്നെങ്കിലും അതിൽ നിന്നെല്ലാം കർത്താവ് വിടുവിച്ച് ഞങ്ങളെ ഒത്തിരി ദൈവദാസന്മാര് വന്ന് അവരൊത്തിരി അപ്പച്ചന് വേണ്ടി കഷ്ടപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പച്ചനെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ദേവദാസന്റെ ഭൂമുഖത്തിൽ അദ്ദേഹം മരണപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അപ്പച്ചനെ കൂടെ കർത്താവിലേക്ക് നേടുവാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ അമ്മച്ചി പിന്നെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അമ്മച്ചിയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അപ്പച്ചന്റെ കുടുംബത്തിൽ നിന്ന് അപ്പച്ചന്റെ പെങ്ങള് അവര് വിശ്വാസത്തിലേക്ക് വന്നു. അനിയൻ അവര് കുടുംബമായിട്ട് വിശ്വാസത്തിലേക്ക് വന്നു. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു കുടുംബം ഒഴികെ, ഒരു ചേട്ടൻ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ കർത്താവിലേക്ക് വരുവാനായിട്ട് കർത്താവ് ഇടയാക്കി. അന്നെല്ലാം അമ്മച്ചി ഒത്തിരി വില കൊടുക്കുകയും കുടുംബത്തിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ അമ്മച്ചിയുടെ പ്രാർത്ഥന ആ ഒരു അനുഭവത്തിനകത്തായിരുന്നു. അമ്മച്ചി ഇവർക്ക് വേണ്ടി, കാരണം ഒരു വല്ലാത്തൊരു പൈശാചിക വ്യാപാരമുള്ള കുടുംബമാണ്. കാരണം അമ്മച്ചിക്ക് പലപ്പോഴും ഇത് അനുഭവിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിനകത്ത് അമ്മച്ചി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഒരിക്കലും അമ്മച്ചി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മച്ചി ഇങ്ങനെ കിടക്കുവാണ്. ഉറക്കത്തിൽ വന്ന് അമ്മച്ചിനെ ഒരാള് തട്ടി എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഡോറിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അമ്മച്ചി എഴുന്നേറ്റ് ഡോറിന്റെ അടുത്ത് ചെല്ലുമ്പം ഡോറിന്റെ ഒരു ഭാഗം ഗ്ലാസും വേറൊരു ഭാഗം മരവ. അപ്പൊ അമ്മച്ചി ഇങ്ങനെ നോക്കുമ്പം ശരീരം രോമത്താൽ നിറയപ്പെട്ട് അരവര മുണ്ടെടുത്ത ഒരു ഒറ്റ മുണ്ടിങ്ങനെ എടുത്തിട്ട് ഒരു വ്യക്തി, വലിയ ആചാനുബാഹുവായ ഒരു മനുഷ്യൻ ഇങ്ങനെ ഡോറിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുക. അപ്പൊ അമ്മച്ചിന് ആ മനുഷ്യന്റെ കയ്യിൽ വലിയൊരു കല്ലുണ്ട്. ഈ കല്ലും കൊണ്ട് അദ്ദേഹത്തിന്റെ ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ച് അകത്ത് കയറാം. അപ്പൊ അദ്ദേഹം അകത്ത് കയറാൻ വേണ്ടി ഇങ്ങനെ കല്ല് പിടിച്ച് അമ്മച്ചീനെ ഭയങ്കര ഗൗരവത്തോടെ ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കുക. അപ്പൊ അമ്മച്ചിയോട് ചോദിച്ചു, കണ്ടോന്ന് ചോദിച്ചു. കണ്ടു എന്ന് പറഞ്ഞു. എന്നാ ഇത് മാറിപ്പോകാനായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ കൂടി ആയിരുന്നു ഈ പോക്കുവരത്ത് ഉണ്ടായിരുന്നു. ഗുളികൻ എന്ന് പറയുന്ന അവിടുത്തെ കല്ലാണ്. അതിന്റെ ഒരു പോക്കുവരത്ത് ഞങ്ങളുടെ വീടിന്റെ സൈഡിൽ കൂടെ ആയിരുന്നു. അപ്പൊ ഞങ്ങളെന്നൊക്കെ ഉപജീവനം കഴിച്ചുകൊണ്ടിരുന്ന പശുവായിരുന്നു. പശുവായിരുന്നു. അപ്പം ഈ പശുക്കൾക്കൊന്നും ചെന പിടിക്കത്തില്ല. അപ്പൊ അമ്മച്ചി ഇങ്ങനെ കർത്താവ് എന്റെ ഉപജീവന മാർഗം അതാ, അതുപോലും മുടങ്ങുന്നത് എന്താണെന്ന് ഇങ്ങനെ അമ്മച്ചി ഇങ്ങനെ ദൈവത്തോട് ചോദിക്കുമ്പോൾ അമ്മച്ചിയെ കാണിച്ചു കൊടുത്താണ്. ഇതിന്റെ പോക്കുവരത്തുള്ളത് കൊണ്ട് അതാണ് നന്മയിലേക്ക് എത്തിക്കാത്തത്. അപ്പൊ അമ്മച്ചി ഇത് പ്രാർത്ഥിച്ചു. അപ്പൊ പലപ്പോഴും ഇങ്ങനെ അമ്മച്ചി ഇങ്ങനെ ബൈബിളൊക്കെ വായിച്ച് അപ്പച്ചൻ വരാതെ അപ്പച്ചന് വേണ്ടി ഉറങ്ങാതിരിക്കുന്ന നോക്കിയിരിക്കുന്ന സമയത്ത് അമ്മച്ചി ഇങ്ങനെ അപ്പച്ചൻ വരുന്നത് പോലത്തെ ഒരു ശബ്ദം അമ്മച്ചിക്ക് കേൾക്കാനായിട്ട് പറ്റും. അതിങ്ങനെ അടുത്തടുത്ത് വരുമ്പോ അമ്മച്ചിക്ക് മനസ്സിലായത് അപ്പച്ചനല്ല, ഈ സംഗതിയാണ് അപ്പച്ചന്റെ ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നതെന്നുള്ളത്. പെട്ടെന്ന് അമ്മച്ചി ശ്വാസിച്ച് പ്രാർത്ഥിക്കും, പിന്നീട് അത് പോകും. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങൾക്ക് ആ സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അപ്പച്ചന്റെ അനിയൻ വിഷം കുടിച്ചാ മരിച്ചത്. ചില സമയങ്ങൾ ആ വിഷത്തിന്റെ സ്മെല്ല് ഇങ്ങനെ ഭയങ്കരമായിട്ട് വീടിനകത്തേക്ക് വരുന്നതായിട്ട് തോന്നും. അപ്പോഴെല്ലാം അമ്മച്ചി ഇതിനെ
തിരിച്ചറിഞ്ഞ് അമ്മച്ചി ഇതിനെ ശാസിച്ച് പ്രാർത്ഥിച്ച് അതിൽ നിന്ന് ജയമെടുത്തു. അങ്ങനെയാണ് ഈ അപ്പച്ചനെയും കർത്താവിലേക്ക് നേടുവാനായിട്ട് പറ്റിയത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇനി എന്റെ ടെസ്റ്റിമണിയുടെ അടുത്ത ഭാഗം എന്റെ വ്യക്തിപരമായ ടെസ്റ്റിമണിയിലേക്ക് വരട്ടെ. അപ്പം ഞാൻ ഇതെല്ലാം കണ്ടു കേട്ട് പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമായി. അന്നും ഞങ്ങളങ്ങനെ ഭയങ്കര റിസർവ്ഡ് ആയ ആൾക്കാരായിരുന്നു. അങ്ങനെ അധികം ആൾക്കാരോട് അധികം സംസാരിക്കാനോ ഞാനങ്ങനെ ഒട്ടും ആരോടും ഇടപഴകത്തില്ല. ഞാൻ എന്റെ 10ാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം ഞാനിങ്ങനെ ചിന്തിച്ചിനി എന്ത് ചെയ്യണം. അപ്പം എന്റെ 2 ചേച്ചിമാരുടെ വിവാഹം അനുഗ്രഹിക്കപ്പെട്ട മൂത്ത 2 ചേച്ചിമാരുടെ വിവാഹം അപ്പച്ചൻ ആദിവാസികൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഒന്നുമില്ലാത്ത അനുഭവത്തിൽ നിന്ന് ഞങ്ങളുടെ ചേച്ചിമാർ 2 ചേട്ടന്മാരും 2ാമത്തെ ചേച്ചിയും കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അവരും കർത്തൃ ശുശ്രൂഷയല്ല. മൂത്ത ചേച്ചിയും ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് പോയി. പക്ഷെ ചേച്ചിക്കായിരുന്നു ഭയങ്കര ഭാരം. അമ്മച്ചിയുടെ ഇതെല്ലാം കണ്ട് അവിടെ വെച്ച് ചേച്ചിക്ക് പഠനം പൂർത്തീകരിക്കാൻ പറ്റും. അമ്മച്ചിയുടെ സ്നേഹം കൊണ്ട് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ തിരിച്ചു വന്നു. മൂത്ത ചേച്ചിയുടെ വിവാഹം നടന്നു, 2ാമത്തെ ചേച്ചിയുടെ വിവാഹം നടന്നു. എല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവ് നടത്തി. അപ്പം എന്റെ 3ാമത്തെ ചേച്ചി ബൈബിൾ കോളേജിലേക്ക് പഠിക്കാനായിട്ട് പോയി. അപ്പൊ വീട്ടിൽ ആരില്ല, ഞാൻ മാത്രമല്ല. അപ്പൊ അപ്പച്ചന്റെ ഒരു പ്രതീക്ഷ ഞാനായിരുന്നു, എന്നെ പഠിപ്പിച്ചൊരു നേഴ്സ് ആക്കണം എന്നായിരുന്നു. പക്ഷെ എന്റെ ഉള്ളില് അന്നൊക്കെ നന്നായിട്ടിരുന്ന് പ്രാർത്ഥിക്കാം. അമ്മച്ചി കാണിച്ചൊരു മാതൃക ഞങ്ങൾക്ക് 4 പേർക്കും ഒരു മാതൃകയായിരുന്നു. പ്രാർത്ഥനാ ജീവിതം എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ഒരു അപ്പനോടോ അമ്മയോടോ പറയാതെ എല്ലാം ചെന്ന് ദൈവസന്നിധി ചെന്ന് പ്രാർത്ഥിച്ച് നേടുന്ന ഒരു അനുഭവമായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ 10ാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം കർത്താവ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? അപ്പൊ എനിക്ക് കർത്താവ് ശരി, ഞാൻ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്തില്ല. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാണല്ലോ, കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇന്ന് ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിനെ അറിഞ്ഞത്. ഞാൻ എന്റെ ജീവിതം എന്റെ കർത്താവിന് വേണ്ടി സമർപ്പിക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചതിന് ശേഷമായിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞങ്ങളുടെ കസിൻസ് നോർത്ത് ഇന്ത്യയിൽ PTL എന്ന് പറഞ്ഞൊരു സംഘടനയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും എൻ്റെ വേറൊരു കസിൻ സിസ്റ്ററും കൂടെ ഞങ്ങൾ 2 പേരും 10 കഴിഞ്ഞ ഉടനെ ഈ PTL എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന് കൂടെ വർക്ക് ചെയ്യാനായിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് പോയി. അന്നൊന്നും അറിയത്തില്ല നോർത്ത് ഇന്ത്യ എന്താ, ഹിന്ദി അറിയത്തില്ല, ഇംഗ്ലീഷ് അറിയത്തില്ല. മലയാളം മീഡിയത്തിൽ പഠിച്ച കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ 2 പേരും. ട്രെയിൻ കണ്ടിട്ടില്ല. ഡൽഹിയിലാണ് എന്റെ ഹെഡ് ഓഫീസ്. പോണേ ആരുമായിട്ട് പോകുകയും എങ്ങനെ ഒന്നും അറിയത്തില്ല. അപ്പം അപ്പച്ചനോട് പറഞ്ഞപ്പം അപ്പച്ചൻ പറഞ്ഞു, നീ വിടത്തില്ല. എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഒരു തുണിക്കട പറഞ്ഞിട്ട് പറഞ്ഞു, അവിടെ പുറത്ത് വെച്ചിരിക്കുന്ന ബൊമ്മയില്ലേ, തുണിയൊക്കെ വെച്ചിരിക്കുന്ന ബൊമ്മ, നീ അതുപോലെ പോയിരുന്നാ മതി. എനിക്ക് അതിലൊക്കെ പാസ് ചെയ്യുമ്പോ എന്റെ മോളായിരിക്കുന്നു, അങ്ങനെയെങ്കിലും കണ്ട് സന്തോഷിക്കുക, അവിടെ നീ പോണ്ടാന്ന്. പക്ഷെ അമ്മച്ചി പറഞ്ഞു, ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി തന്നതാ, കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് അങ്ങനെ ഒരു ഡെഡിക്കേഷൻ എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ത് ചെയ്യണമെന്നുള്ള. അങ്ങനെ എന്റെ 10ാം ക്ലാസ് കഴിഞ്ഞോടെ കർത്താവ് നല്ല സാഹചര്യങ്ങൾ ഒരുക്കി. കർത്താവ് എനിക്ക് വേണ്ട മുഖാന്തരങ്ങൾ തന്നു. അന്നൊക്കെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ ചർച്ചിനകത്ത് ഒരു കൈ വയ്യാത്തൊരു ആന്റി ഉണ്ടായിരുന്നു. ഇന്നും ആന്റിയെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആന്റിയാണ് ആദ്യമായിട്ട് 50 രൂപ, മക്കളെ നീ സുവിശേഷ വേലയ്ക്കല്ലേ പോകുന്നതെന്ന് പറഞ്ഞൊരു 50 രൂപ കയ്യിലേക്ക് തരാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് ആന്റി ജീവനോടെ ഇല്ല, ആന്റി ദേവസ്ഥയിലേക്ക് എടുക്കപ്പെട്ടു. പക്ഷെ അന്നൊക്കെ അവർ കാണിച്ച നല്ല മനസ്സുകൾ, ആ മനസ്സും അവർക്കും ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ കർത്താവിന് വേണ്ടി ഇറങ്ങുക എന്ന് കേൾക്കുമ്പോൾ അവരൊക്കെ സഹായിച്ച കോർത്ത് ഒത്തിരി നന്ദി പറയുകയാണ്. അങ്ങനെ ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോയി. എല്ലാം പ്രാർത്ഥിച്ചായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ പോകണമെങ്കിൽ ഡ്രസ്സ് വേണം. അന്ന് ഞാൻ വായിച്ചുകൊണ്ടിരുന്ന ഒരു ബുക്കായിരുന്നു ക്രിസ്തുവിന് വേണ്ടി ഹിമാലയ സാനിക്കുന്ന PG വർഗീസ് അങ്കിളുടെ അത്ഭുതങ്ങളുടെ താക്കോൽ, വിശ്വാസത്തിന്റെ അത്ഭുത രേഖ, അത്ഭുതങ്ങളുടെ താക്കോൽ. അങ്ങനെ ഒത്തിരി ബുക്കുകളൊക്കെ അന്ന് വായിക്കുമായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു വായിക്കാൻ. അപ്പൊ അതിനകത്തെല്ലാം PG അങ്കിൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ എഴുതി വെച്ച് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം എഴുതി വെച്ച് പ്രാർത്ഥിക്കാനായിട്ട്. അപ്പൊ ഞാനിങ്ങനെ എന്റെ ആവശ്യങ്ങളെല്ലാം അതിനകത്ത് എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. എനിക്കിങ്ങനെ സുവിശേഷ വേലയ്ക്ക് പോകണം, അപ്പൊ എനിക്ക് ചുരിദാർ വേണം, എനിക്ക് ബാഗ് വേണം, സാധനങ്ങൾ വേണം, എല്ലാം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ കർത്താവിന്റെ കൃപയാല് കർത്താവ് അതെല്ലാം തരാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോയി 1.5 വർഷത്തോളം ഈ PTL പോക്കറ്റ് ടെസ്റ്റ്മെന്റ് ലീഗ് എന്ന് പറയുന്ന സംഘടനയോട് ചേർന്ന് പ്രവർത്തിച്ചു. അപ്പം അതിനു മുൻപേ കർത്താവ് എനിക്ക് തന്നൊരു ട്രെയിനിങ്, ഞാനിങ്ങനെ പലപ്പോഴും ഒരു ഭാവന കാണുന്ന വ്യക്തിയായിരുന്നു. ഞാനിങ്ങനെ ഹിന്ദി സംസാരിക്കുന്നു, ഇംഗ്ലീഷ് സംസാരിക്കുന്നു, സത്യത്തിൽ ഒന്നും അറിയത്തില്ല. ഞാനിങ്ങനെ ടോയ്ലറ്റിലൊക്കെ പോയിരിക്കുമ്പോൾ ഹിന്ദിയിൽ സംസാരിക്കും, ഇംഗ്ലീഷിൽ സംസാരിക്കും. ഉറക്കത്തിൽ കിടക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു ഭാവനയിൽ കൂടെ ഞാനിങ്ങനെ കടന്നു പോകും. ഒന്നും അറിയത്തില്ല, ഇതെന്തായി എങ്ങനെയാണെന്നും അറിയത്തില്ല. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ ചെന്നപ്പം സത്യം പറഞ്ഞാൽ മനുഷ്യനോട് സംസാരിക്കത്തില്ല. അപ്പം ഇംഗ്ലീഷും അറിയത്തില്ല, ഹിന്ദി അറിയത്തില്ല. മാതർന്ന് സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിലല്ലേ ഇതറിയത്തുള്ളൂ. അപ്പൊ എന്റെ ചേച്ചി പറഞ്ഞു, ഞാൻ ചേച്ചിയോട്
ഞാനിങ്ങനെ പോകുമെന്ന് ചേച്ചി പറഞ്ഞു, പിന്നെ നീ പോയിട്ട് 2 ദിവസം പോലും അവിടെ നിൽക്കത്തില്ല, അമ്മച്ചിയുടെ പുറകിൽ നിന്ന് മാറാത്ത മനുഷ്യനായിട്ട് മിണ്ടാത്ത എങ്ങനെ പോയി നിൽക്കാനാ? അപ്പൊ ആർക്കും ഒരു വിശ്വാസമില്ല ഞാനിങ്ങനെ പോയി നിൽക്കുമെന്നൊന്നും ആർക്കും വിശ്വാസമില്ല. അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ ചെന്നു. കർത്താവിന്റെ കൃപയാല് കർത്താവ് ഹിന്ദി പഠിക്കാനും ഇംഗ്ലീഷ് പഠിക്കാനൊക്കെ കർത്താവ് അതിനുള്ള ഭാഗ്യം തന്നെ. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ പോലും അതിനെല്ലാമുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് തരുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ അവിടെ വെച്ച് ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു, കർത്താവെ ഞങ്ങൾക്ക് ബൈബിൾ കോളേജ് പഠിക്കണം, BTH എടുക്കണം. BTH എടുക്കുമ്പോൾ ഏത് സെമിനാരി എവിടെ പോകണം എന്ന് അറിയത്തില്ല. അപ്പൊ എന്റെ ചേച്ചി പഠിക്കുന്ന ഒരു സെമിനാരി ഉണ്ടായിരുന്നു. ആ സെമിനാരിയുടെ ആപ്ലിക്കേഷൻ കിട്ടി. അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. ആ ആപ്ലിക്കേഷൻ കൊടുത്തു. അവിടെ 3 വർഷം കർത്താവിന്റെ വചനം പഠിക്കാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക്, ഞങ്ങൾ നോർത്ത് ഇന്ത്യ വിട്ടത് കൊണ്ട് ഞങ്ങൾക്ക് ആ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് +1 +2 ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് BTH എടുക്കാനുള്ള ഭാഗ്യം കർത്താവ് തരാനായിട്ട് ഇടയായിരുന്നു. നോർത്ത് ഇന്ത്യയിലായിരുന്ന സമയത്തും ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. വീട്ടുകാരുമായിട്ട് ഒരു ബന്ധവുമില്ല. വീട്ടുകാർക്ക് അറിയത്തില്ല, ഇന്നത്തെ പോലെ ടെലിഫോൺ സൗകര്യങ്ങൾ അന്നില്ല. അപ്പം വീട്ടുകാർക്ക് അറിയത്തില്ല ഞങ്ങള് എന്താ ചെയ്യുന്നത്, എവിടെയാ എന്താ ഒന്നും അറിയത്തില്ല. ഇന്ന് ഞാനിങ്ങനെ ഓർക്കാം എന്റെ അപ്പനും അമ്മയൊക്കെ എങ്ങനെ നിന്നു എന്നുള്ളത്. കാരണം ഈ മോളെ കുറിച്ച് ഒരു വിവരവും ഇല്ല. വല്ലപ്പോഴും നമ്മൾ കത്ത് എഴുതിയ പല സ്ഥലങ്ങളിലായിരിക്കും, അവരിടുന്ന കത്ത് നമുക്ക് റീഡയറക്ട് ചെയ്ത് കിട്ടാൻ താമസിക്കും, എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കും കിട്ടുന്നത്. പിന്നെ പലപ്പോഴും അവരെ വിട്ടുപിരിഞ്ഞതിന് കത്ത് എഴുതാനൊക്കെ മൊത്തം കണ്ണുനീരിനകത്ത് കുതിർന്നായിരിക്കും ഇരിക്കുന്നത്. പിന്നെ കത്ത് എഴുതാൻ പറ്റത്തില്ല, ഒരു വിവരങ്ങളും ഇല്ല. സത്യം പറഞ്ഞാൽ 1.5 വർഷത്തോളം എന്ന് പറഞ്ഞ പേരൻസിന്റെ യാതൊരു വിവരങ്ങളും ഇല്ലാതെ കർത്താവ് അവിടെ ഞങ്ങളെ നിർത്തി. ഇന്നും എനിക്ക് ചിന്തിക്കുമ്പോൾ ഞാൻ എങ്ങനെയൊക്കെ അന്ന് എങ്ങനെ പോയി എന്ന് ചിന്തിക്കുന്ന ഒരു സമയമുണ്ട്. കാരണം കർത്താവിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു, കർത്താവിന് എന്നെ കുറിച്ചൊരു വിളി ഉണ്ടായിരുന്നു, കർത്താവിന്റെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം ആ ചെറിയ പ്രായത്തില് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ കർത്താവിന് വേണ്ടി ഇറങ്ങുവാന്, കർത്താവിന് വേല ഞങ്ങള് ചെയ്തുകൊണ്ടിരുന്ന ഡോർ ടു ഡോർ ഇവാഞ്ചലിസം. ഹിന്ദി അറിയത്തില്ല, കർത്താവിനെ ഉപയോഗിക്കുന്ന ഈ ഭാഷ ഒന്നും പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഒരു ബുക്ക്ലെറ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇത് കൊടുക്കും, അത് കിട്ടുന്ന കാശ് കൊണ്ട് ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് ബുക്ക്ലെറ്റ് ഇത് കൊടുക്കും. അത് കൊടുത്തിട്ടാണ് ഞങ്ങള് ടീമിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദൈവവചനം പഠിക്കാനുള്ള ഭാഗ്യം കർത്താവ് തന്നു. അതേസമയം പഠിക്കുന്നതിനൊപ്പം തന്നെ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാനും അനേകരോട് സുവിശേഷം പങ്കുവെക്കാനൊക്കെയുള്ള ഒരു ഭാഗ്യം കർത്താവ് എനിക്ക് തന്നു. എന്നുവെച്ചാൽ KBC നടത്തുന്ന ആത്മീയാത്ര പ്രോഗ്രാമിന് അതിന്റെ ഇതായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി ലെറ്റേഴ്സ് വരുന്നു. അപ്പം അതിനകത്ത് അതിലൂടെയൊക്കെ ലെറ്ററുകൾ എഴുതാനും ഓരോ കുടുംബങ്ങളിലേക്ക് സുവിശേഷം പറഞ്ഞ് കത്തുകൾ എഴുതാനും ഫോണിലൂടെയുള്ള കൗൺസിലിംഗ്. അപ്പം ഞാൻ ആ സമയത്ത് ഞങ്ങളുടെ ദേശത്തുള്ള എല്ലാ വീടുകളുടെ അഡ്രസ്സ് കളക്ട് ചെയ്ത് അവരുടെ എല്ലാ വീടുകളിലേക്കും ലെറ്റർ ഇട്ട് കൊടുത്തു. ലെറ്റർ ഇട്ട് കൊടുത്തിട്ട് ഞാൻ അവരോട് എനിക്ക് പറയാനുള്ള സുവിശേഷം എല്ലാ വീടുകളിലേക്കും പറയാനുള്ള ഭാഗ്യം, അതൊക്കെ ഒരു ഇന്നിപ്പോ ചിന്തിക്കുമ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യിപ്പിച്ചു എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. കർത്താവ് അങ്ങനെ ചെയ്തു. അങ്ങനെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ വർക്ക് ചെയ്ത് അങ്ങനെ അവിടെ തന്നെ ടീം വർക്കിനായിട്ട് പോയി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ടീം മിനിസ്റ്റർ ചെയ്തിട്ട് ഓഫീസിൽ ബൈബിൾ കോളേജിന്റെ ഇൻചാർജ് ആയിട്ട് എനിക്ക് നിൽക്കാനുള്ള ഭാഗ്യം കർത്താവ്. ഞങ്ങൾക്കൊക്കെ പറയുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുമാറാക്കുന്ന ദൈവം. എന്റെ കുടുംബ പശ്ചാത്തലം നോക്കിയാലോ, എന്റെ വിദ്യാഭ്യാസ യോഗ്യത നോക്കിയാലോ, എന്റെ കഴിവുകൾ നോക്കിയാലോ, ഞാനെന്ന വ്യക്തിക്ക് എന്നെ നന്നായിട്ട് അറിയാം ഞാൻ ആരാണെന്നുള്ളത്. എന്റെ കഴിവുകൾ എനിക്കറിയാം. ഞാൻ ഒരിക്കലും ഒരു ഫ്രണ്ട് ലൈനിലേക്ക് വരാനോ ഒരു വ്യക്തിയെ ഫേസ് ചെയ്യാനോ ഒന്നും ഒരു കഴിവും ഒരു യോഗ്യതയും ഉള്ളൊരു വ്യക്തിയല്ല. പക്ഷെ ദൈവത്തിന്റെ കൃപ എന്നല്ലാതെ എനിക്ക് പറയാനായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ. അങ്ങനെ എന്നെ ഒരു ബൈബിൾ കോളേജിന് ഇൻചാർജ് ആക്കി മാറ്റി. കുഞ്ഞുങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കാനും ആദ്യം വാർഡനായിട്ട് നിന്നു, ഒപ്പം പഠിപ്പിക്കാനായിട്ട് കയറി, പിന്നെ പ്രിൻസിപ്പളായിട്ട് നിൽക്കാനൊക്കെയുള്ള ഭാഗ്യം കർത്താവ്. അതിനൊപ്പം തന്നെ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ വർക്ക് ചെയ്തു. അതൊക്കെ ഒത്തിരി എന്റെ ജീവിതത്തിൽ ഒത്തിരി ബ്ലെസ്സിങ് ആയിരുന്നു. ഒരു യോഗ്യതയും ഇല്ലാത്ത ഞാൻ അവിടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിക്കുക, ഞാൻ ഇരുന്ന ചേർന്നൊക്കെ പറഞ്ഞ വലിയ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ ഇരിക്കുന്നിടത്തെല്ലാം വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഒരു യോഗ്യതയും ഇല്ലാത്ത എനിക്ക് കർത്താവ് തന്നു. ഇന്ന് ഞാൻ പറയുകയാണെങ്കിൽ കർത്താവ് എന്നെ ഇപ്പം സാക്ഷ്യം പറയാനായിട്ട് ഞാൻ സാക്ഷ്യം പറയും, പക്ഷെ എനിക്ക് അറിയാമോന്ന് വെച്ചാൽ എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ കർത്താവ് അങ്ങനെ ഇരുത്താനായിട്ട് ഇടയായി തീർന്നു. ആ സമയത്ത് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം കണ്ടതിന്റെ എന്റെ 3ാമത്തെ ചേച്ചിയുടെ വിവാഹമൊക്കെ അപ്പത്തേനും കഴിഞ്ഞു. പിന്നെയുള്ള ഞാനായിരുന്നു. അപ്പൊ പല ആലോചനകൾ ഇങ്ങനെ വന്ന് പല നടക്കും. ഞാനിങ്ങനെ സ്വപ്നം കണ്ട് ഞാനിങ്ങനെ എഴുതി വെച്ചു, പേരെഴുതി വെച്ചു, സജി എന്ന പേരെഴുതി വെച്ചു. അങ്ങനെ ഞാൻ കുറച്ച് ക്വാളിറ്റീസ് ഒക്കെ എഴുതി വെച്ചു. PG അങ്കിൾ പറഞ്ഞതുപോലെ ഞാനിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എഴുതി വെച്ചു. അപ്പോഴെന്റെ ഒരു ആഗ്രഹം എനിക്കൊരു പാട്ടുകാരന് വിവാഹം കഴിക്കും, നല്ലൊരു കുടുംബത്തിലേക്ക് ചെല്ലണം, നല്ലൊരു ഫാമിലിയിലേക്ക്. കാരണം ഞങ്ങൾ വളർന്നിങ്ങനെ എന്നോടൊന്നും സ്ത്രീധനം ചോദിക്കാത്ത ഒരു ഭർത്താവ്. ഞാൻ അന്നും ബൈബിൾ കോളേജിൽ പഠിച്ചതെല്ലാം പ്രാർത്ഥിച്ചിട്ടായിരുന്നു. എന്റെ മാതാപിതാക്കന്മാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഞാൻ ബൈബിൾ കോളേജിലെ പഠനം കംപ്ലീറ്റ് ചെയ്തും ഗ്രാജുവേഷൻ കഴിഞ്ഞതൊന്നും. അന്നൊക്കെ പ്രാർത്ഥിച്ച് എന്റെ ആവശ്യങ്ങളെല്ലാം സ്വർഗത്തിലെ ദൈവം നടത്തി തരുമായിരുന്നു. അത്
പലരിൽ കൂടെ കർത്താവ് എനിക്ക് വേണ്ടി കരുതുകയായിരുന്നു. എന്റെ മാതാപിതാക്കന്മാർക്ക് ഒരു ഭാരമാകാനോ അല്ലെങ്കിൽ കുഞ്ഞിനെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് ചോദിക്കാനൊന്നും കർത്താവ് അനുവദിച്ചില്ല. അവരെ എല്ലാ കാര്യവും ഡ്രസ്സ് മുതൽ എനിക്ക് ആവശ്യമുള്ളതെല്ലാം പ്രാർത്ഥിച്ച് നേടുവാൻ കർത്താവ് ഒരു ട്രെയിനിങ് തന്നു. മാതാവ് ഞങ്ങളത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്നും ഞാനിങ്ങനെ എഴുതി വെച്ചു, ശ്രീധരൊന്നും ചോദിക്കാത്ത ഒരാളായിരിക്കണമെന്ന്. അങ്ങനെ എന്റെ ഹസ്ബൻഡിന്റെ കല്യാണം വന്നു. അച്ഛന്റെ പേര് സജി. അങ്ങനെ ഞങ്ങൾക്ക് കല്യാണം ആലോചിച്ചു കഴിഞ്ഞപ്പം അച്ഛന്റെ വീട്ടുകാർ നോക്കുമ്പോൾ ഞാനൊരു പാവപ്പെട്ട കൂലിപ്പണിക്കാരന്റെ മോളാണ്. അവർക്ക് ആദ്യം ഒന്നും ഉൾക്കൊള്ളാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അച്ചാച്ചയും പ്രാർത്ഥിച്ചുകൊണ്ട് അവര് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ കുടുംബമാ. അപ്പച്ചൻ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ആണ്. അമ്മ ടെലിഫോൺ എക്സ്ചേഞ്ചിലെ സൂപ്പർവൈസർ ആയിട്ട് റിട്ടയർഡ് ആയിരിക്കുന്നു. സഹോദരങ്ങളെല്ലാം നല്ല ലെവലിലാണ് ജീവിക്കുന്നത്. അവരുടെ കസിൻസ് എല്ലാം വിദേശത്ത് അമേരിക്കയിലൊക്കെയാ. അപ്പൊ അവർക്ക് കിട്ടുന്നത് ഏറ്റവും നല്ല കുടുംബങ്ങളിൽ നിന്ന് അവരുടെ യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാം പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയത്തിനകത്ത്. എന്റെ ഹസ്ബൻഡും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ അവര് സ്കൂൾ കോമ്പൗണ്ടിലൊക്കെ, അപ്പച്ചൻ അവിടുത്തെ മാഷായതുകൊണ്ട് സ്കൂൾ കോമ്പൗണ്ടിനകത്താണ് വളർന്നത്. അപ്പൊ അവർക്ക് നല്ല വെൽ സെറ്റിൽഡ് ആയ ആൾക്കാര്. അപ്പം അച്ചാച്ചയോട് ദൈവം അച്ചാച്ച പ്രാർത്ഥിച്ചു, പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടി എനിക്ക് കല്യാണം കഴിച്ചാൽ മതിയെന്ന്. അങ്ങനെ ഞങ്ങളുടെ പ്രൊപ്പോസൽ വന്നു. ആ പ്രൊപ്പോസലൊക്കെ വരുന്നതിന്റെ പിന്നില് ഒരു അപ്പച്ചന് ദർശനം കാണിച്ചു കൊടുത്തു. എന്റെ പേരിങ്ങനെ എഴുതി കാണിച്ചു കൊടുത്തു. എന്നിട്ട് ആ കുട്ടി ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ചു. അപ്പൊ എന്നെ കണ്ടു. അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം വന്നത്. അപ്പൊ ഞാനിങ്ങനെ ആഗ്രഹിക്കാൻ എനിക്ക് പാസ്റ്റർ കല്യാണം കഴിക്കണം, ഒരു സഭാചാർജ് എന്റെ ഒരു സ്വപ്നമായിരുന്നു. അപ്പൊ അച്ഛൻ മ്യൂസീഷ്യൻ, എനിക്ക് മ്യൂസിക്കുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു പെൺകുട്ടിയാ. എനിക്ക് ഫുൾ ടൈം ഒരു ശുശ്രൂഷ ആ ലെവലില് എന്റെ പ്രവൃത്തിയും എന്റെ എല്ലാം ഒരു വലിയൊരു പാസ്റ്റർ വൈഫ് ആകുന്ന രീതിയിലുള്ള ഒരു ഇതിനകത്ത് ഞാൻ നിൽക്കുന്നത്. പക്ഷെ രണ്ട് വിഷനുള്ള രണ്ടുപേരെ തമ്മിൽ കർത്താവ് കണക്ട് ചെയ്യിപ്പിച്ചു. അതിന് പിൻപിലും ദൈവത്തിന് വലിയ പദ്ധതികളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നാളുകൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവഹിതാണോ എന്നുള്ള വ്യക്തമായിട്ട് എന്റെ മാതാവിന്റെ ദർശനം കാണിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ 1 വർഷത്തോളം ഞങ്ങള് തിരുവല്ലയിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ പ്രഗ്നന്റ് ആയി ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വന്നു. അപ്പം അവിടെ വന്നതിന് ശേഷമായിട്ട് എന്റെ ലൈഫ് ടോട്ടലി ഭയങ്കരമായിട്ട് വേറൊരു ലെവലിലേക്ക് ഞാൻ മാറാനായിട്ട് ഇടയായി തീർന്നു. അച്ചച്ച എല്ലാം നല്ലൊരു മനുഷ്യനാ, നല്ല എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഫാമിലിയിൽ അവർക്ക് അങ്ങനെ അവരൊരു ഓർത്തഡോക്സ് ചിന്താഗതിക്കാരൻ. നമ്മുടെ ആത്മീയതുമായിട്ട് അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റും. കാരണം അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ജോലി ചെയ്ത് വളർന്നവരാണ്. ഞങ്ങൾ പെട്ടെന്ന് തിരുവല്ലയെന്നൊക്കെ ഇങ്ങ് പോകുന്നു, ഒന്നുമില്ല. ആ ശശിക്കും ഇവിടെ വന്ന് ഇനി പ്രോഗ്രാമുകൾ കിട്ടണം. അപ്പം ഇവര് നോക്കുമ്പോ ദൈവഹിതം എന്ന് പറഞ്ഞ പാവപ്പെട്ട വീട്ടിൽ നിന്നൊക്കെ കല്യാണം കഴിച്ചു. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വന്നപ്പം ഞാൻ എന്നെ പ്രാർത്ഥിക്കാൻ എനിക്ക് അങ്ങനെ ഒരു ആത്മീക സ്വാതന്ത്ര്യം ഇല്ലാതെ എന്റെ ലൈഫിനകത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി. ഞാൻ അങ്ങനെ ഒരു 6-7 വർഷത്തോളം ഭവനത്തിന്റെ അകത്തളത്തിനകത്ത് തന്നെ ഒതുക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് ഞാൻ മാറേണ്ടതായിട്ട് വന്നു. അല്പമേറിയ മാനസിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ട്. പക്ഷെ കല്യാണത്തിന് മുൻപേ ദൈവം എനിക്ക് ഒരു ആഞ്ചിയിലൂടെ ഒരു ദൂത് അറിയിച്ചു. നിന്നെ ഞാനൊരു ഇടയ ശുശ്രൂഷയ്ക്കായിട്ടല്ല കണ്ടേക്കുന്നത്, ശൗൽ മീതെയുള്ള ദുരാത്മാവിനെ അഴിക്കാനായിട്ട് ദാവീദിന്മീതെ പകർന്ന അഭിഷേകത്താലാണ് ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത്. ചില ദുരാത്മാക്കളെ അഴിക്കാൻ നീ പോകുന്ന ഭവനത്തിനകത്ത് ചില വിടുതലുകൾ അയക്കാനായിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ നിന്നെ ഒരുക്കുക എന്ന് പറഞ്ഞു. അപ്പം ആ ദൂതിന്റെ ആഴവും അർത്ഥവും ഒന്നും എനിക്ക് മനസ്സിലായില്ല. വീടിനകത്തുനിന്ന് അവരിങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല, ആരാധനയ്ക്ക് പോകണം, അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. നോർമലി നെയിംസേക്ക് പെന്റക്കോസ്റ്റൽ ആൾക്കാര് അങ്ങനെ ഒരു രീതിയിൽ ആത്മാവിന്റെ ടച്ചിങ് ഒന്നും ഇല്ലാത്ത ഒരു തലമായിരുന്നു. ഇപ്പൊ ഞാനും ഇങ്ങനെ അതിനോട് എനിക്കും പൊരുത്തപ്പെട്ട് വരേണ്ട വന്നു. ആദ്യമൊക്കെ ഭയങ്കര പ്രയാസങ്ങളായിരുന്നു. ഞാനിങ്ങനെ മെല്ലെ മെല്ലെ ഡിപ്രഷനിലേക്ക് പോകുന്നത് പോലെ എനിക്ക് തോന്നി. പക്ഷെ എന്റെ ഹസ്ബൻഡ് അച്ഛൻ എപ്പോഴും നല്ല, അന്നും ഇന്നും എനിക്ക് നല്ല ഒരു ഹസ്ബൻഡിന്റെ ദൈവം തന്നിരിക്കുന്നത്. അച്ഛനും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിനകത്ത് വീട്ടിലെ ഇളയ മകനാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാനിങ്ങനെ നാളുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് എന്തുകൊണ്ടായിരിക്കാം എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റും. എന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്റെ കസിൻസ് ഒക്കെ അവരൊക്കെ ശുശ്രൂഷ നിൽക്കുമ്പോൾ നിങ്ങ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? അപ്പൊ അച്ചാച്ചോട് ഡയറക്റ്റ് വെക്കും, ഇവിടെ എന്താ ഇങ്ങനെ ഒരു വേലക്കാരിനെ പോലെ വീട്ടിൽ നിർത്തിയേക്കുന്നത്, എന്താ ഇവിടെ എന്താ സുശേഷ വേലയ്ക്ക് വിടാത്ത, എന്താ സച്ചി ഇങ്ങനെ ചെയ്ത? അപ്പൊ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പൊ എന്നെ ഇങ്ങനെ നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത്, നീ എന്തുകൊണ്ട് ഇങ്ങനെയായി, നിനക്ക് മിനിസ്റ്റർ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ അറിയാം. പുറമെ നിന്ന് കേൾക്കുന്ന ആൾക്കാർക്ക് പലതും പറയാം. പക്ഷെ അകത്തളത്തിനകത്ത് ഞാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എനിക്കറിയാം. പക്ഷെ ആ സമയങ്ങളിലും കർത്താവ് എന്നെ പല മേഖലകളിലൂടെ ഇങ്ങനെ പുറത്തെടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഫ്രണ്ട്സ് ഒന്നുമില്ല. ഞാൻ ആരുമായിട്ട് അങ്ങനെ കണക്ഷൻ ഉള്ളൊരു വ്യക്തിയല്ല. സാധാ ഇപ്പോഴത്തെ പറയുന്ന മീഡിയാസ് ഒന്നും ഞാൻ അത്ര യൂസ് ചെയ്യുന്ന ആളല്ല. ഒന്നിലും ഞാൻ ഒരു ആക്റ്റീവ് ആയ ആളല്ല. ഞാൻ എന്റേതായ ഒരു ഇതിനകത്ത് കൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇടയ്ക്ക് ദൈവാത്മാവ് എന്റെ കുഞ്ഞുങ്ങളെ, ചില സ്റ്റുഡൻസിനെ, ചില വ്യക്തികളെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പറയും, നീ അവരെ ഒന്ന് കണക്ട് ചെയ്യണം. അപ്പൊ എനിക്ക് അവരുമായിട്ടൊരു കോണ്ടാക്ട് ഇല്ല, ഞാൻ ആരെയും വിളിക്കാറില്ല. അപ്പൊ ഞാൻ കർത്താവ് ഇത് എങ്ങനെ സംഭവിക്കും?
അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. കർത്താവ് എനിക്ക് അവരുടെ നമ്പറുകളെ തന്നു. ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പം അവര് കടന്നു പോകുന്ന സാഹചര്യത്തിനകത്ത് അവരുടെ വിടുതലിന് വേണ്ടി ഫോൺ ത്രൂ ആണെങ്കിൽ കർത്താവിനെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അവരെയൊക്കെ പൊക്കിക്കൊണ്ടുവരും. എന്റെ ശുശ്രൂഷ അന്നും ഇന്നും വീണ് കിടക്കുന്ന ഒരു വ്യക്തിയെ പുറത്തെടുക്കുക, തളർന്നു കിടക്കുന്ന വ്യക്തിയെ ഒന്ന് പൊക്കിക്കൊണ്ടുവരിക. അവര് നിൽക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ കർത്താവിനെ അടുത്ത വ്യക്തിയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് എനിക്ക് പെർമനന്റ് ആയ ഒരു ഫ്രണ്ട്ഷിപ്പ് ലൈൻ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ കർത്താവിനെ അങ്ങനെ പലരെ ഇന്നും എന്നെ വിളിക്കുന്ന എന്റെ ഒരു കുഞ്ഞുണ്ട്. അവള് പറയും, ചേച്ചി അന്ന് തന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ലൈഫ് എന്താവുന്നത്. എനിക്ക് ഒരിക്കലും നിങ്ങളൊന്നും മറക്കാൻ പറ്റില്ല. കാരണം അന്ന് തന്ന ഒരു പ്രചോദനം എന്റെ ജീവിതത്തിൽ എല്ലാവരെയും കഴിഞ്ഞ് നിങ്ങൾ എനിക്ക് വലുതാന്ന് പറയും. കാരണം അങ്ങനെ പലരെ ശുശ്രൂഷയിലായിരിക്കുന്നവരൊക്കെ പൊക്കിക്കൊണ്ടുവരാൻ, വളർത്തിക്കൊണ്ടുവരാനായിട്ട് കർത്താവിനെ സഹായിച്ചു. അപ്പൊ ഞാൻ അവിടെ ആയിരുന്നപ്പം കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, വീടിന്റെ അകത്തളത്ത് പുറലോകമായിട്ട് ഒരു ബന്ധവുമില്ല, വലിയൊരു വീടാണ്. അതിനകത്ത് ഞാനിങ്ങനെ അടുക്കളയിൽ നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ, അടുക്കള ഒതുങ്ങിപ്പോകേണ്ട ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ. പുറലോകം കാണാതെ ഇങ്ങനെയൊന്ന് നിൽക്കുവാൻ ഒരു യോഗ്യതയും ഇല്ലാതെ നിൽക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു. ഞാൻ കർത്താവോട് പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആരെങ്കിലും ഒരാളെ എഴുന്നേൽപ്പിക്കണം. ഞാൻ സ്വതവേ ഒരു പ്രാർത്ഥനാ വിഷയങ്ങളും ഓപ്പൺ ആയിട്ട് ആരോടും പറയത്തില്ല. എന്റെ അകത്ത് കിടക്കുന്ന ഒരു പ്രശ്നങ്ങളും ഞാൻ ആരോടും ഷെയർ ചെയ്യത്തില്ല. ഞാൻ എന്നിൽ തന്നെ ഒതുക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടിയാ. അപ്പൊ അച്ഛനെ പല പ്രാർത്ഥനയ്ക്ക് പലയിടങ്ങളിൽ കൂടി ഈ മനസ്സിന്റെ ടെൻഷൻ ഒന്ന് ഫ്രീ ആകാനായിട്ട് പിന്നെ എന്റെ കുഞ്ഞുങ്ങളുണ്ടായി. അപ്പം ഞാൻ ആ ഭവനത്തിന്റെ അന്തരീക്ഷം അവർക്കറിയാം എനിക്ക് വളരെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെന്നും ഞാനിങ്ങനെയാണെന്ന് അവർക്കറിയാം. പക്ഷെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കും. ഒരു 6 മണി സമയമൊക്കെ ഫിക്സ് ചെയ്ത് ദൈവസാന്നിധ്യത്തിനകത്തേക്ക് കയറും. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കും. വളരെ സൗണ്ട് കുറച്ച് ഉപവസിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും എനിക്ക് അങ്ങനെ ഒന്നും പറ്റത്തില്ലായിരുന്നു. എന്നാലും ഞാനിങ്ങനെ പ്രാർത്ഥനയിലേക്ക് കൂടുതൽ കയറാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവ് ഒരു വ്യക്തിയെങ്കിലും എനിക്ക് ഒരുക്കണമേന്ന്. ഒരു സൺഡേ ചെന്ന സമയത്ത് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങളൊപ്പം കല്യാണം കഴിഞ്ഞതാ. ആ സഹോദരിയും കുടുംബമായിട്ട് ഞങ്ങളുടെ വീട് തൊട്ടടുത്ത് വന്നു. അപ്പം ആ സഹോദരിയുടെ ഹസ്ബൻഡ് അവളോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൂടാ? അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. ഞങ്ങളപ്പോ വിചാരിച്ചു ഇനി ഒരുമിച്ച് നമുക്കൊരു പ്രാർത്ഥന ആരംഭിക്കാം, ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം നമുക്കതിന് വേണ്ടി മാറ്റിവെക്കാം. ഞങ്ങൾ അങ്ങനെ തീരുമാനമെടുത്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേറെ 2 സഹോദരിമാർക്ക് ഉറക്കത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദർശനം കാണിച്ചു കൊടുത്ത് എന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ അവര് 2 പേര് വന്നു. അങ്ങനെ ചെറിയൊരു ഗാദറിങ്, ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടില്, ഞങ്ങളുടെ വീടിനകത്ത് അങ്ങനെ വരാനുള്ള സ്വാതന്ത്ര്യങ്ങളില്ല. അപ്പൊ ഞങ്ങൾ ആ സഹോദരിയുടെ വീട്ടിൽ ചെല്ലും. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. പ്രിയാന്റെ ഞാൻ പറയട്ടെ, ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാല് ഇന്നത്തെ എനിക്ക് അങ്ങനത്തെ ഒരു സുഹൃത്ത് ബന്ധം, ആത്മീക ബന്ധം ഇന്നുവരെയും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് പറയാൻ മറ്റൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞാല് എഴുന്നേൽക്കുന്നോടം വരെ ഒരു വ്യർത്ഥ വർത്തമാനങ്ങൾക്ക് ഞങ്ങൾ സമയം ചെലവഴിക്കാറില്ല. ഞങ്ങൾ ഫുൾ പ്രാർത്ഥന, ദേശങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങളുടെ പേരെഴുതി വെച്ച് ഇന്ത്യക്ക് വേണ്ടി ഒക്കെ ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ദീർഘവർഷങ്ങൾ ഞങ്ങൾ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ പ്രെയർ ഗ്രൂപ്പ് വളരാനായിട്ട് തുടങ്ങി. ഞങ്ങള് 3-4 പേരെന്നുള്ളത് പലരായി മാറി. പിന്നെ എന്നെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കാനായിട്ട് തുടങ്ങി. ഞങ്ങളുടെ ശുശ്രൂഷയ്ക്കകത്ത് ബന്ധനങ്ങൾ അഴിയാനായിട്ട് തുടങ്ങി. ഇന്നിപ്പോ ഞാൻ രാവിലെ അവരോട് പറഞ്ഞായിരുന്നു, ഒരു സഹോദരി ഞങ്ങളുടെ അടുത്ത് കടന്നു വന്നു. ഞങ്ങൾ അങ്ങനെ പൈശാചികമായ മണ്ഡലങ്ങൾക്കകത്ത് ഇറങ്ങി ശുശ്രൂഷിച്ചില്ല. ഞാനും ഒരു സാധാ സ്ത്രീയാണ്, ആ സഹോദരി ഒരു സാധാ വ്യക്തിയാണ്. അധികം ശുശ്രൂഷകളൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ അന്യഭാഷയില് ആ സഹോദരി ഭയങ്കര ദൈവസാന്നിധ്യത്തിനകത്ത് നിൽക്കുന്ന ഒരു സഹോദരിയാ. ആ സഹോദരിയുടെ കൂടി എന്റെ സ്വഭാവത്തിന് ഒത്തിരി മാറ്റങ്ങള്. സഹോദരി എപ്പോഴും സ്തോത്രേ പറയത്തുള്ളൂ. അപ്പം ഞാനും ഓട്ടോമാറ്റിക്കലി അങ്ങനെ മാറി. അപ്പൊ ഞാൻ ഈ കേൾക്കുന്നവരോടായിട്ട് പറയട്ടെ, നമ്മൾ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം കുറ്റം പറയുന്നവരോട് കൂടെ 4 ദിവസം നടന്ന് ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറ്റം പറയാനായിട്ട് പഠിക്കും. അല്ലെങ്കിൽ നമ്മൾ വേറെ വിമർശകരുടെ കൂടെ നടന്ന് നമ്മൾ അങ്ങനെയായി മാറും. അതേസമയത്ത് ദൈവ സാന്നിധ്യത്തിനകത്ത് നിൽക്കുന്നവരോട് കൂടെ നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ അഭിഷേകം നമ്മളിലേക്ക് വ്യാപരിക്കാനായിട്ട് ഇടയായിത്തീരുന്നു. ഞാനതിന്റെ അനുഭവസ്ഥയാ. പച്ചച്ചു പോലും പറഞ്ഞു, സ്വഭാവം ഒത്തിരി മാറിയല്ലോ, എന്തെങ്കിലുമൊക്കെ പ്രതികരിച്ചപ്പോ സൈലന്റാ, സ്വോത്രം പറയുന്നു. വീടിനകത്താണെങ്കിലും എനിക്കൊത്തിരി മാറ്റങ്ങൾ കാണാനായിട്ട് ഇടയായിത്തീർന്നു. ഞങ്ങളിങ്ങനെ എപ്പോഴും ആരാധിക്കും. ഞങ്ങൾ ഫോൺ വിളിച്ചൊന്നും സംസാരിക്കത്തില്ല. ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങള് സംസാരിക്കുന്നത് വേറെ ഒരു കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ മാത്രമുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. അനിയോ ഞാൻ ആ സഹോദരിമാരെയൊക്കെ ഓർത്ത് ഇന്ന് ദൈവത്തെ സ്തുതിക്കുക. അവര് പല ഭാഗങ്ങളിൽ നിന്നായിരിക്കുക. അവരെയൊക്കെ ഓർത്ത് ഞങ്ങളുടെ ആ പ്രെയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത്ര നല്ലൊരു പ്രെയർ ഗ്രൂപ്പ് ആയിരുന്നു. ഞങ്ങളുടെ ഇടയിൽ വലിയവനില്ല, ഞങ്ങളുടെ ഇടയിൽ ഇന്ന ആള് ചെയ്യും, ഇന്ന ആളാണ് വലുത്, ഇന്ന ആള് അങ്ങനെയൊന്നുമില്ല. ലീഡർ ഇല്ല, എല്ലാവരും ഒരുപോലെ. ആരെങ്കിലും ഒരാൾ ലീഡ് ചെയ്യുക, അടുത്ത ആള് പ്രാർത്ഥിക്കുക, അടുത്ത ദിവസം വരുമ്പോൾ ആരെങ്കിലും ഒരാൾ ലീഡ് ചെയ്യുക. അപ്പൊ ലീഡർ എന്ന് പറയാൻ ഒരാളില്ല, എല്ലാവരും ഒരുപോലെ. പക്ഷെ കർത്താവ് ഞങ്ങളെയൊക്കെ അങ്ങ് കണക്ട് ചെയ്യിച്ചു. അത് വളരാനായിട്ട് തുടങ്ങി.
അപ്പം അതിനിടയ്ക്ക് കർത്താവ് തന്നെ അതിന് മുൻപായിട്ട് സിറ്റുവേഷൻസ് ഒക്കെ വളരെ മോശമായിരിക്കും എന്നെ 2 വീലർ പഠിപ്പിക്കാനായിട്ട് വിട്ടു. എങ്ങനെ അത് ഇന്നും ഞാൻ തിരിഞ്ഞ് ചിന്തിക്കും, എന്റെ കുടുംബത്തിൽ ആരും അത് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ചിന്തിക്കും കർത്താവ് ഞാനൊരു ഭയങ്കര പേടിത്തൊണ്ടിയായ ഒരു വ്യക്തിയാ, അങ്ങനെയൊന്നുള്ള കഴിവ് എനിക്കില്ല. പക്ഷെ കർത്താവ് എന്നെ അതിന് ഏബിൾ ആക്കി മാറ്റി. ഞാൻ 2 വീലർ ഓടിച്ചു, ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു, എനിക്ക് വണ്ടി മേടിച്ചു തന്നു. അപ്പം ഈ വണ്ടിക്കകത്ത് ഞാനും ഈ സിസ്റ്ററും വീടുകളിലേക്ക് പോകാനായിട്ട് ഞങ്ങളുടെ മിനിസ്ട്രി മെല്ലെ മെല്ലെ ഞങ്ങളെ കുറിച്ചുള്ള ശ്രുതി മെല്ലെ മെല്ലെ, ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടല്ല, ഞങ്ങളെ കുറിച്ചുള്ള ശ്രുതി മെല്ലെ മെല്ലെ പരക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ശുശ്രൂഷകളിലേക്ക് പോയി, ദൂര സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരാനായിട്ട് തുടങ്ങി, എന്നെ മെല്ലെ മെസ്സേജ് പറയാനൊക്കെ വിളിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നു, പല വീടുകളിലേക്കുള്ള കണക്ഷനുകൾ വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ 2 വീലറിൽ പോകുമ്പോൾ വണ്ടിക്കകത്ത് കയറുമ്പോൾ മുതൽ ഞങ്ങൾ അന്യഭാഷയെ പറയത്തുള്ളൂ. അവിടെ എത്തുന്നോടം വരെ അന്യഭാഷ. അതിന്റെ ഇടയ്ക്ക് ഒരു വർത്തമാനങ്ങളില്ല. ഞങ്ങൾ അവിടെ ചെല്ലും, ആ കുടുംബത്തിന് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനത്തെ വിടുതലുകൾ ഞങ്ങൾക്ക് കാണാനായിട്ട് തുടങ്ങി. അത് മാത്രമല്ല, ഞങ്ങൾ ആത്മാവിൽ ബലപ്പെടാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കുഞ്ഞ് അവര് പ്രയർ ഗ്രൂപ്പ് പോലെ തുടങ്ങിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ചെയ്തിട്ട്, ചേച്ചി ഞങ്ങൾക്ക് ഒരു മെസ്സേജ് ഇടാവോ, ഡെയിലി ഒരു മെസ്സേജ് തരാമോ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്നിലേക്ക് നോക്കുമ്പോൾ എനിക്ക് കഴിവില്ല, എനിക്കതിന് പ്രാപ്തിയില്ല, ഞാൻ എങ്ങനെ ചെയ്യും. പക്ഷെ കർത്താവ് എനിക്കൊരു നിയോഗം, ഞാൻ അത് ചെയ്യാനായിട്ട് ഡെയിലി ഡിവോഷൻ പോലെ ഒരു മെസ്സേജ് എടുത്ത് ഈ ചെറിയൊരു ഗ്രൂപ്പിലേക്ക് ഇടാൻ തുടങ്ങിയതാ. പക്ഷെ അത് വിശാലമായി ആ ഗ്രൂപ്പിൽ നിന്ന് പല രാജ്യങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ എന്നെ പുറം രാജ്യങ്ങളിൽ നിന്ന് വിളിക്കാൻ ആദ്യമായിട്ട് ഒരു ബ്രദർ അമേരിക്കയിൽ നിന്ന് വിളിക്കുക. ഇത് വിദേശ കോളാന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കിടന്ന് വിറയ്ക്കാനായിട്ട് തുടങ്ങി. ഇത് പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചതാ. ഞാനിങ്ങനെ വിറയ്ക്കുക, കാരണം കർത്താവേ എനിക്ക് പറ്റൂ, ഞാൻ എന്ത് പ്രാർത്ഥിക്കാൻ, എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് ശുശ്രൂഷയില്ല. ആ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ബ്രദർ അന്ന് മുതൽ ഒരു ആത്മീക ബന്ധം, എന്നെ ഡെയിലി വിളിക്കും, കുറച്ച് സമയം ആ ബ്രദറിന്റെ വിഷയങ്ങൾ ഏറ്റെടുക്കും, പ്രാർത്ഥിക്കും. അങ്ങനെ ആ ബ്രദറിന്റെ സിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്യിപ്പിച്ചു. ആ സിസ്റ്റർ വിളിക്കും, ചിലപ്പോൾ രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ എനിക്ക് കോളുകൾ വരും. ഞാനിങ്ങനെ ഫുൾ ടൈം പ്രയർ. എന്റെ ഫാമിലി, എന്റെ കുഞ്ഞുങ്ങളും എന്റെ അച്ഛനൊക്കെ അതിന് നല്ല സപ്പോർട്ടായിരുന്നു. അതിന് മുൻപ് എന്താന്ന് വെച്ചാല്, ഞാൻ ഈ ഭവനത്തിന്റെ അകത്തളത്തിലായിരുന്ന സമയത്ത് പ്രയർ ഗ്രൂപ്പ് തുടങ്ങി കഴിഞ്ഞു. കർത്താവ് ഞങ്ങൾക്ക് നിയോഗം തന്നു, ഫുൾ ടൈം മിനിസ്ട്രിക്കായിട്ട് ഇറങ്ങണം. ഫുൾ ടൈം മിനിസ്ട്രിക്കായിട്ട് ഇറങ്ങി. ഈ ഭവനത്തിന്റെ അന്തരീക്ഷത്തിനകത്ത് ഒരിക്കലും എനിക്ക് പറ്റത്തില്ല ഒരു ഫുൾ ടൈം വർക്കിനായിട്ട്, ഒരു മിനിസ്ട്രിക്കായിട്ട് ഇറങ്ങുക എന്നുള്ളത്. അപ്പോഴേക്കും ഞങ്ങളുടെ മിനിസ്റ്റർ ഒത്തിരി ഇങ്ങനെ ഈ 2 പേരെന്നുള്ളത് 4 പേരെന്നുള്ളത് വിശാലമായി വരാനായിട്ട് തുടങ്ങി. ഓരോ വീടുകളിലേക്ക് മീറ്റിങ്ങുകൾ കണക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. കർത്താവ് ഇറങ്ങാനായിട്ട് പറഞ്ഞു. ഞാനിങ്ങനെ അടയാളം ചോദിച്ചു, കർത്താവെ ഞാൻ ഇറങ്ങണമെങ്കിൽ ഞങ്ങൾക്ക് ഒറ്റ വീട് വേണം, ഒറ്റ വീട്. അത് പെന്തക്കോസ്തുകാരുടെ വീട്, വിശ്വാസികളുടെ വീട് തന്നെ വേണം. എന്നിട്ട് കർത്താവിനോട് ഞാനിങ്ങനെ അടയാളം വെച്ചു, കർത്താവെ വീട് കിട്ടിയാൽ പോരാ, അടുപ്പുള്ള ഒരു വീടായിരിക്കണം, എനിക്ക് തീ കത്തിക്കാനായിട്ട് അടുപ്പുള്ള ഒരു വീടായിരിക്കണം. അതൊക്കെ ഞാൻ പറയുന്നത് എത്രമാത്രം നമുക്ക് കഠിനമായ കർത്താവിനോട് ചോദിക്കാമോ അങ്ങനെ ഞാൻ ചോദിച്ചു. അങ്ങനെ ഞാൻ അടയാളം വെച്ച് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ആദ്യം ഒരു വീട് പോയി കണ്ടു. അപ്പം അവർ പറഞ്ഞു വിശ്വാസികളാണ്. ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കും. പറഞ്ഞു ഇവിടെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് പറ്റത്തില്ല. അപ്പോ ഒരു പാസ്റ്റർ യാദൃശ്യമായിട്ട് കണ്ടപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഒരു രാത്രിയിലാണ് സിസ്റ്റർ ഞങ്ങൾക്ക് ഇവിടെ ഒരു വീടുണ്ട്, നിങ്ങൾ 2 പേരും കൂടെ. ഞാൻ അച്ഛനും കൂടെ ആ വീട് കാണാനായിട്ട് പോയി. അപ്പൊ ഒരൊറ്റ വീടാണ്, ഇപ്പോഴത്തെ ഒരു മോഡേൺ വീടാണ്. പക്ഷെ അടുക്കളയൊന്നും ഞാൻ കണ്ടില്ല. അപ്പൊ ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, അപ്പൊ പറയുന്നത് പെന്തക്കോസ്തുകാരുടെ വീടാണ്. അപ്പൊ ഞാനൊരു ഞങ്ങൾ തന്നെ പറഞ്ഞൊരു വാടകയും വെച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ പറഞ്ഞു ഇത് പെന്തക്കോസ്തുകാരുടെ വീടാണ്, മീറ്റിംഗ് ഒക്കെ നടത്താം. ചോദിച്ചു, പാസ്റ്റർ ഇവിടെ അടുപ്പ് കത്തിക്കാനുള്ള സൗകര്യം ഇല്ല. എന്റെ ഒരു അടയാളം പറഞ്ഞ അടുപ്പ് കത്തിക്കാനുള്ള സൗകര്യം. പാസ്റ്റർ ഇപ്പൊ ഒരു ഔട്ട് ഹൗസ് പോലെ പുറത്ത് എന്നെ കൊണ്ട് കാണിച്ചു. അപ്പൊ അവിടെ ഒരു അടുപ്പുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ കൺഫേം ചെയ്ത് ഒറ്റ വീടാണ്. അപ്പം പിന്നെ ആ വാടക അവരോട് ഓണർ ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഹൗസ് ഓണർ പറഞ്ഞു നോ പ്രോബ്ലം, നിങ്ങൾ ശുശ്രൂഷയ്ക്കുള്ളവരല്ലേ, എടുത്തോളാൻ പറഞ്ഞു ആ റേറ്റിന്. അപ്പൊ ഞങ്ങൾക്ക് അത് ഉറപ്പായി. ഞങ്ങൾ വെച്ച അടയാളം കർത്താവ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ആ ഒരു അടയാളത്തിന്റെ പുറത്ത് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. അത് ഭയങ്കര പ്രയാസങ്ങളായിരുന്നു, അവർക്കൊക്കെ മാനസികമായ വ്യതകളുണ്ടായി. എങ്കിലും ഞാൻ എന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു. അവരെ നോക്കേണ്ട കാര്യങ്ങളും ഈ ശുശ്രൂഷ കൊണ്ട് നടക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത. അങ്ങനെ ഒരു ലെവലിലേക്ക് കർത്താവ് ഞങ്ങളെ മാറ്റി. ആ സമയത്തെല്ലാം എന്റെ ആധാരം എന്ന് പറയുന്നത്, എന്റെ വിശ്വാസ ജീവിതത്തിന്റെ ആധാരം വചനമായിരുന്നു. വചനത്തിനകത്ത് ചെല്ലും, ദൈവം എനിക്കൊരു വചനം തരും, ഞാൻ ആ വചനത്തെ മുറുകെ പിടിക്കും. അന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ചർച്ചിനകത്തുള്ള ദേവദാസന്മാര് പറഞ്ഞു തന്ന വചനം വെച്ച് പ്രാർത്ഥിക്കുക, അതിലൂടെയുള്ള വിടുതലുള്ളൂ. അപ്പം ഈ വചനത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. വചനം ഞങ്ങളെ വഴി നടത്താനായിട്ട് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ആ പ്രെയർ ഗ്രൂപ്പ് വിശാലമായി, എനിക്ക് എന്റെ ഡെയിലി ഡിവോഷനും നല്ല രീതിയിലേക്ക് പോകാനായിട്ട് തുടങ്ങി. പല വീടുകളിലേക്ക് പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് കോളുകൾ വരാൻ തുടങ്ങി. ഞാനപ്പം ഈ ഒരു പ്രെയർ ഗ്രൂപ്പിനൊപ്പം തന്നെ
ഫുൾ ബിസി ആയിരിക്കും. രാവിലെ മുതൽ എഴുന്നേറ്റ് എന്റെ ജോലികളെല്ലാം ഈ ഫോണും വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. കൗൺസിലിംഗ് പോലെ പ്രശ്നമുള്ളവർ എന്നെ വിളിക്കും. ഈ ഡെയിലി ഡിവോഷൻ കേട്ട് പലരും വിളിക്കും. പല രാജ്യങ്ങളിൽ നിന്നുള്ള കണക്ഷനുകൾ വരാൻ തുടങ്ങി. അങ്ങനെ കർത്താവിനെ അനുഗ്രഹിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി എല്ലാം കൂടെ ഒരുമിച്ച് എനിക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ലെന്ന്. ഡെയിലി ഡിവോഷൻ നിർത്തി. ഞങ്ങൾ താമസിച്ച ആദ്യം ആലുവയിലായിരുന്നു. ആലുവ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കോവിഡ് വന്ന സമയത്ത് ഞങ്ങൾ ആലുവയിലായിരുന്നു. അവിടുന്ന് ഇങ്ങനെ നേരെ പെരുമ്പാവൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഞങ്ങൾ സ്വന്തമായി വീട് വെക്കുവാനും കർത്താവ് സഹായിച്ചു. അങ്ങനെ പെരുമ്പാവൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പം എന്റെ പ്രെയർ ഗ്രൂപ്പ് ഞങ്ങൾ ഈ കോവിഡ് വന്ന സമയത്ത് വീടുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. കോൺഫറൻസ് കോള് പോലെ വിളിക്കും. 1 മണിക്കൂർ ഡെയിലി, ആഴ്ചയിൽ 1 ദിവസം എന്നുള്ളത് ഡെയിലി ആയി ഞങ്ങൾ എല്ലാവരെയും കണക്ട് ചെയ്യും. അതൊക്കെ കർത്താവ് തന്നൊരു ജ്ഞാനമാ. അതൊന്നും എനിക്ക് സ്വയമായിട്ട് ചെയ്യാൻ അറിയത്തില്ല. പക്ഷെ കർത്താവ് തന്നൊരു ജ്ഞാനമാ. നോർമൽ ഫോണിൽ നിന്ന് 5 പേരെ കണക്ട് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ അതിലൂടെ പോയി. അത് ഇവിടെ വന്നപ്പോഴും കർത്താവ് ഇവിടെ നിന്ന് കുറച്ച് കണക്ഷനുകളെ തന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ലെവലിലേക്ക് ഞങ്ങൾ മാറി. പിന്നെ ഇവിടെ വന്നു. ഈ പെരുമ്പാവൂരിന്റെ പ്രദേശത്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് ആരും അറിയത്തില്ല. ഞങ്ങള് കോവിഡിന്റെ സമയത്ത് ഒരു പീക്ക് ടൈമാണ്. ഞങ്ങൾ താമസിക്കുന്ന ഒരു വാടക വീട്ടിലായിരുന്നു. അവര് ഞങ്ങളോട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറയാ. ഞാനിങ്ങനെ വിചാരിക്കും കർത്താവ് എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, എന്താക്കുമെന്ന് അറിയുന്നില്ല. പക്ഷെ അവർക്കും നാട്ടിലേക്ക് വരണം. ഞങ്ങൾ അവിടുന്ന് മാറിയേ പറ്റൂ. അവരും ഞങ്ങളിങ്ങനെ മാറുന്നുള്ള രീതി വരെ ഞങ്ങൾ മെന്റലി ഭയങ്കര ഡൗൺ. ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞിട്ടില്ല. പണിക്കാരെ കിട്ടുന്ന 2 പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് വരണം. മൊത്തം പൊടി പിടിച്ചിരിക്കുന്നു. അന്തരീക്ഷം വേറെ, ഒരു പണിയും തീർന്നിട്ടില്ല. പക്ഷെ അവരിങ്ങനെ ഞങ്ങളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്ത് ഈ ദേശത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ കുടുംബത്തിനകത്തൊരു പ്രശ്നമുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി സൂയിസൈഡ് അറ്റംപ്റ്റിൽ നിൽക്കുക. ഞങ്ങൾ ഇവിടെ വന്നു. ആ സഹോദരിയുമായിട്ട് ഞങ്ങളെ കണക്ട് ചെയ്യിപ്പിച്ചു. എന്റെ വീട്ടിലേക്ക് ഡെയിലി വരാനായിട്ട് ഇടയായി തീർന്നു. അന്ന് ഞങ്ങൾ വന്നില്ലെങ്കിൽ ആ ഒരു പീക്ക് ടൈമിനകത്ത് അവരെങ്ങനെ അതുപോലെ ഞങ്ങൾക്ക് പ്രഷർ തന്നില്ല, ഞങ്ങൾ മൂവ് ചെയ്തില്ലായിരുന്നു. മൂവ് ചെയ്തത് കൊണ്ട് ആ ഒരു കുടുംബത്തെ കർത്താവിന് വേണ്ടി നേടുവാൻ അവരിന്നും ആയുസ്സോടെ, ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ വളരെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഒരു കുടുംബമായിരുന്നു. ആ കുടുംബത്തിലെ എല്ലാ സകല പ്രശ്നങ്ങളും മാറുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്കൊരു കൈത്താങ്ങല് കൊടുക്കാൻ എല്ലാം കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞ സമയത്തും ഒരു സഹോദരി എന്നെ വിളിച്ചു. എന്റെ കൂടെ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്ററാണ്. ആ സിസ്റ്റർ എന്നെ വിളിച്ചു ഇങ്ങനെ. അപ്പൊ ഞങ്ങള് തമ്മിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഞാനൊരു ആലോചന പറഞ്ഞപ്പം ആ സിസ്റ്റർക്ക് എന്നൊരു പ്രവാചകയാണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കല്ലേ. അങ്ങനത്തെ ശുശ്രൂഷകളൊന്നും കർത്താവ് സമയാസമയങ്ങളിൽ തരുന്നു എന്നല്ലാതെ ഞാൻ അങ്ങനത്തെ ഒരു ശുശ്രൂഷയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തിയല്ല. അങ്ങനെ ചിന്തിക്കരുത്. അപ്പം ആ സിസ്റ്ററോട് ഒരു ആലോചന പറഞ്ഞപ്പം സിസ്റ്റർ വേഗം വേറൊരു പാസ്റ്റർ വൈഫ് ഉണ്ടായിരുന്നു. ആമവാദം പിടിച്ചു കിടക്കുന്ന ഒരു സിസ്റ്റർ ആയിരുന്നു. ആ സിസ്റ്റർക്ക് നമ്പർ കൊടുത്തു. ഞാൻ ആ സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നാളുകളായിട്ട് നടക്കാൻ പറ്റാത്ത ആ സിസ്റ്ററിലേക്ക് ഒരു ദൈവശക്തി ഇറങ്ങി. ആ സിസ്റ്റർ എഴുന്നേറ്റു. കോവിഡ് സമയത്താണ് ഇതൊക്കെ നടക്കുന്നത്. ആ സിസ്റ്റർക്ക് ഒത്തിരി വിടുതൽ കിട്ടി. അപ്പൊ പറഞ്ഞത് നമുക്കൊന്ന് രാത്രിയിൽ കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങൾ 10 തൊട്ട് 11 മണി വരെ ഞങ്ങളെ ഈ കോള് ഈ എന്താ പറയാ കണക്ട് ചെയ്യുന്ന ഫോണിലൂടെ ഞങ്ങള് കണക്ട് ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ ഒരു പ്രാർത്ഥന 10 തൊട്ട് 11 മണി വരെയുള്ള അന്യഭാഷാ പ്രാർത്ഥനയായി മാറി. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഒത്തിരി പേര്, ഞാൻ ആരും മുഖം കണ്ടിട്ടില്ല, കാണാത്ത ഈ സിസ്റ്റർ കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. പക്ഷെ അതൊരു ഭയങ്കര ഡെലിവറൻസിലേക്ക് കർത്താവ് കൊണ്ടുവരാനായിട്ട് ഇടയായിരുന്നു. ഇവിടെയും ഞങ്ങളിവിടെ കൊണ്ടുവന്ന ഈ ദേശത്തേക്ക് ഞങ്ങളെ കർത്താവിനെ കൊണ്ടുവന്നതിന്റെ പിൻപിലൊക്കെ ദൈവത്തിന് ഭയങ്കര ഒരു പദ്ധതി ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കുക ഒരു പുതിയ ദേശത്തേക്ക് കർത്താവ് എന്തിനാ അയക്കുന്നത്, എന്തായിരിക്കും. ഞങ്ങളൊരു നിയോഗപ്രകാരമാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പം അനേകരെ കർത്താവിലേക്ക് നേടുവാനായിട്ട് കർത്താവ് സഹായിച്ചു. അങ്ങനെ ഞങ്ങളുടെ ആ പ്രെയർ 10 തൊട്ട് 11 മണി വരെയുള്ള പ്രെയർ ഇങ്ങനെ അന്യഭാഷ പ്രെയർ ഇങ്ങനെ കുറെ നാളുകൾ തുടർമാനമായിട്ട് നടന്നുകൊണ്ടിരുന്നു. ആ സമയങ്ങളില് കർത്താവ് നമുക്കൊരു നിയോഗം തരുന്നുണ്ട്. അടുത്തൊരു ഷിഫ്റ്റ് ഉണ്ട്. പക്ഷെ അത് ഏത് രീതിയിലാണെന്ന് അറിയത്തില്ല. ഞാനങ്ങനെ ഒരു 21 ഡേയ്സ് ഇങ്ങനെ ഇരിക്കുകയാണ്. 21 ഡേയ്സ് ഇരിക്കുമ്പം കർത്താവ് എന്നോട് പറഞ്ഞു, നമ്മളൊക്കെ ശുശ്രൂഷയിലായിരിക്കുമ്പോഴും നമ്മളൊരു സഭയുമായിട്ട് കണക്റ്റഡ് ഒക്കെ ആവുന്നു. നമുക്ക് ശുശ്രൂഷകളുണ്ട്. അപ്പം ഒത്തിരി പ്രയാസങ്ങൾ അവിടെ നേരിടാനായിട്ട് സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് മനസ്സിൽ ഒത്തിരി മുറിവുകൾ ഉണ്ടായിരുന്നു. ഞാൻ കടന്നുപോയ സാഹചര്യത്തിനകത്ത് പലരും പറഞ്ഞ വാക്കുകള്, നമ്മളൊക്കെ അങ്ങനെയാണ്, ചെറിയ വാക്കുകൾ മതിയല്ലോ, നമ്മളത് ഒത്തിരി മുറിപ്പെടുത്തും. വാക്കുകൾക്ക് ഭയങ്കര പവറുണ്ട്. കർത്താവ് എന്നോട് പറഞ്ഞു, എനിക്ക് ചിലരെ ഓർക്കുമ്പം എനിക്കൊരു സന്തോഷം വരുന്നില്ല. കർത്താവ് എന്നോട് പറഞ്ഞു, കോവിഡ് സമയ സ്വർഗത്തിൽ പോകത്തില്ല. എനിക്ക് അവരോടൊക്കെ ഓരോരുത്തരുടെ പേരെടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, അവരോടൊക്കെ മനസ്സിനകത്ത് കയ്പുണ്ട്. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ദൈവസ്ഥന് ഇരിക്കാൻ പറഞ്ഞു. അവരോടൊക്കെ ക്ഷമിക്കാൻ കഴിയാനായിട്ട് ദൈവസ്ഥന് ഇരിക്കാൻ പറഞ്ഞു. അത് ഞാൻ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് ഇരിക്കുക. കർത്താവ് ഞാൻ ഇരിക്കുക. ഞാൻ ആരോട് വേണമെങ്കിലും പോയി ഡയറക്റ്റ് ക്ഷമിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം സ്വർഗരാജ്യത്തിലേക്ക് എന്റെ ആത്മാവിന് നഷ്ടപ്പെടാതെ നിലനിൽക്കാനായിട്ട് എന്ത് ചെയ്യാൻ ഞാൻ റെഡി, ആരോടും എന്ത് ചെയ്യാൻ റെഡിയാ. ഞാൻ പറയും, കർത്താവെ ഞാൻ അവിടെ നേരിട്ട് ചെന്ന് ക്ഷമ ചോദിക്കണം. അവരൊക്കെ എവിടെയോ ആണ്, എനിക്ക് അറിയത്തില്ല. അല്ല, ഞാൻ ദൈവസ്ഥന് ഇരിക്കുക. കർത്താവ് എന്റെ ഹൃദയത്തിൽ നിന്ന് അവരോടുള്ള വേദനകളെ കർത്താവ് എടുത്തു മാറ്റണം.
ഞാനൊരു നവംബർ മാസം 11 2021 ഞാൻ ഈ ഒരു പ്ലാൻ ചെയ്യുന്ന സമയത്ത്, അന്ന് ഞാൻ ഫാസ്റ്റിങ്ങോട് ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഫോണിലൂടെ പ്രാർത്ഥിക്കാറുണ്ടെന്ന്. അങ്ങനെ അതുവരെ 1.5 വർഷത്തോളം എന്നെ വിളിച്ചുകൊണ്ടിരുന്നൊരു സഹോദരി, പ്രാർത്ഥിക്കാനിരുന്നൊരു സഹോദരി, പെട്ടെന്ന് ഒരു വോയിസ് മെസ്സേജ് എനിക്കിട്ടു. എന്നെ കുറിച്ച് നമ്മളിങ്ങനെ ടെസ്റ്റ് മണി പറയുമ്പോഴെല്ലാം പറഞ്ഞു നമ്മൾ സ്വയം പുകഴ്ചയാണ്, അങ്ങനെ ഒത്തിരി നെഗറ്റീവ് അടിച്ച് ഞാൻ കള്ളപ്രവാചകിയാണ്, അങ്ങനെ എല്ലാം ലേബൽ അടിച്ച് എന്നിട്ട് അവര് പറഞ്ഞ വാക്കുകളുണ്ട്, ദൈവവൈദ്യന് ചേർന്ന വാക്കുകളൊന്നുമല്ല. ഈ വോയിസ് മെസ്സേജ് എനിക്ക് കിട്ടുക, ഞാൻ ഇരിക്കുന്നത് തന്നെ ക്ഷമിക്കാൻ വേണ്ടിയിട്ടുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ വരുന്നൊരു മെസ്സേജാണ് ഈ വോയിസ് മെസ്സേജ്. അത് വായിച്ചു, ഞാൻ ആകെ തകർന്നു. ദൈവത്തിന് ഞാൻ ഇങ്ങനെ, എന്റെ കുഞ്ഞുങ്ങൾ അത് വോയിസ് ഞാൻ ആരെയും കേൾപ്പിച്ചില്ല, കാരണം അവർക്കും അറിയാം ഈ വ്യക്തി ഇവിടെ വന്നതും പ്രാർത്ഥിച്ചതും നന്മ അനുഭവിച്ചൊക്കെ അവർക്ക് അറിയാം. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ അന്ന് മൊത്തം വരുന്ന ഈ സഹോദരി അങ്ങ് അനുഗ്രഹിച്ച് സ്തോത്രം ചെയ്തു. കർത്താവ്, ഞാൻ അവരെ സ്നേഹിക്കുന്നു, ഞാൻ അവരെ സ്നേഹിക്കുന്നു, എനിക്ക് ക്ഷമിക്കണം, എനിക്ക് ആ വേദന വരരുത്, എനിക്ക് വേദന വരരുത്, അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ഇടയായിത്തീർന്നു. എന്റെ ആന്റി, ഞാൻ പറയട്ടെ, ആ 21 ദിവസത്തെ എന്റെ പ്രാർത്ഥന കഴിഞ്ഞു. കർത്താവ് എന്റെ ജീവിതത്തിനകത്ത് വലിയൊരു ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ, ഇന്ന് ഈ മീഡിയയിലേക്ക് എത്തത്തക്ക രീതിയിൽ അതുവരെ കട്ടന് പുറകിൽ നിന്ന് എനിക്ക് ആ ഫാസ്റ്റിംഗ് പ്രയർ കഴിയുന്നതിന് മുൻപ് ഒരു ദേവദാസൻ ഇവിടെ അയച്ചു. ദേവദാസൻ പറഞ്ഞു, ടെസ്റ്റ് മണി പറഞ്ഞ് സിസ്റ്റർ ദൈവം പുറത്തേക്ക് എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ അതുവരെ ടെസ്റ്റ് മണി പറഞ്ഞിട്ടില്ല, ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ ദൈവം എനിക്കൊരു അവസരം ആസാദിയില് ടെസ്റ്റ് മണി പറയാനായിട്ട് തന്നു. അതെന്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു. അത് കഴിഞ്ഞ് ഒത്തിരി പേര്, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങള് പ്രെയർ ഗ്രൂപ്പിലായിരുന്ന സമയത്ത് ലോകരാജ്യങ്ങളുടെ പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എന്റെ വായി കൊള്ളാത്ത പേരുകളാ. പക്ഷെ ഈ എന്റെ ടെസ്റ്റ് മണി കഴിഞ്ഞ് ഏകദേശം അവിടുത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള കണക്ഷനുകൾ എന്റെ ഫോണിൽ എനിക്ക് ദൈവം തരാനായിട്ട് ഇടയായിരുന്നു. അവരൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യം, സിസ്റ്റർ സൂം സ്റ്റാർട്ട് ചെയ്യുക, ഞങ്ങൾക്ക് സിസ്റ്റർ പ്രെയർ ഗ്രൂപ്പിലേക്ക് കയറണം. ഞാനപ്പം ഈ സൂം എന്ന് പറയുന്നതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല, ഈ ഓൺലൈനോ മീഡിയയോ ഒന്നിനും എനിക്ക് ഒരു കാര്യങ്ങൾ അറിയത്തില്ല. പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തു, ഞാനെന്നാ ശരി സൂം തുടങ്ങാം. അങ്ങനെ അപ്പം ഈ സൂം തുടങ്ങണമെങ്കിൽ ഡെയിലി പ്രെയർ നടത്തണമെങ്കിൽ എനിക്ക് അറിയത്തില്ല, ഇത് പേ ചെയ്യണം. ഒരു 2-3 ദിവസമൊക്കെ നമ്മളിങ്ങനെ പെട്ടെന്ന് ഓൺ ചെയ്തു, അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, പേ ചെയ്യാതെ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോ 3/4 മണിക്കൂറാകുമ്പോൾ ഇത് കട്ടാകുന്നു. പിന്നെ എനിക്ക് അറിയത്തില്ല, അപ്പൊ ഇത് പേ ചെയ്യണം. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിക്കട്ടാവേ, എന്തായാലും ഇത് പെയ്ഡ് സൂം ആക്കാം, എന്തായാലും ഈ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാനുള്ളതാണ്. അപ്പൊ ഇത് അന്യഭാഷ 9 തൊട്ട് 11 മണി വരെ അന്യഭാഷ പ്രാർത്ഥനയായിട്ട് തന്നെ കയറി. അപ്പത്തേനും ഞാൻ പറഞ്ഞ നേരത്തെ വിളിക്കുന്ന ബ്രദർ എന്നെ അമേരിക്കയിൽ നിന്ന് ബ്രദർ വിളിച്ചപ്പോൾ പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞു, ബ്രദർ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എനിക്ക് സൂം തുടങ്ങണം എന്ന് പറഞ്ഞു. ഞാൻ അതിലേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ, സിസ്റ്റർ ഞാൻ എന്ത് വേണേലും ശുശ്രൂഷയ്ക്കായിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി സിസ്റ്റർ ഞാൻ സഹായിക്കും, ഞാൻ എന്ത് വേണേലും ചെയ്തു തരാം എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ കോവിഡ് സമയത്തെല്ലാം തന്റെ സഹോദരിയും കുടുംബവും താനൊക്കെയാണ് ഞങ്ങളുടെ വാടക കൊടുക്കാനും ഞങ്ങളെ സഹായിച്ചതെല്ലാം. ഓരോ ആവശ്യഘട്ടങ്ങളില് കോവിഡിലൊക്കെ ദൈവം നടത്തിയ വിധങ്ങൾ പറഞ്ഞ ഒത്തിരി സമയം എടുക്കും, ഞാനൊന്നും പറയുന്നില്ല. കർത്താവ് വളരെ അതിശയകരമായിട്ടാണ് ഞങ്ങളെ നടത്തി. ഇന്നും അതെ, അന്നും അതെ. ഞങ്ങൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. ഇന്നും അത് നിന്ന് പോയിട്ടില്ല, ഇന്നും ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കുക. ഈ ബ്രദർ സൂം സ്പോൺസർ ചെയ്തു. കഴിഞ്ഞ 3 വർഷമായിട്ട് എനിക്ക് സൂമില് മീറ്റിംഗ് നടക്കുക 3 ടൈമായിട്ടാണ് നടക്കുന്നത്. രാവിലെ ഉണ്ട്, വൈകിട്ടുണ്ട്, രാത്രിയിലുണ്ട്. ഞാനല്ല പെയ്ഡ് ചെയ്യുന്നത്, പെയ്ഡ് സൂം ആണ്. അത് ആ ബ്രദറാണ് പെയ്ഡ് ചെയ്യുന്നത്. ഞാൻ ആ ബ്രദറിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. തന്റെ ഹൃദയത്തില് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരാൾക്ക് കുറച്ച് കാശ് കൊടുക്കാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് പറ്റത്തില്ല. പക്ഷെ കർത്താവ് തന്റെ ഹൃദയത്തിനകത്ത് കൊടുത്ത നിയോഗം ഇന്നും ഞാൻ ആ സൂം മിനിസ്ട്രി കണ്ടിന്യൂ ചെയ്യുന്നു. പലയിടങ്ങളിൽ നിന്നുള്ളവര് ആ പാസ്റ്റ് പറഞ്ഞ പോലെ ഞാനൊരു ടെസ്റ്റ് മണിയിലൂടെ പുറത്തു വന്നു. ഇപ്പൊ ഈ യൂട്യൂബിനകത്ത് പല ചാനലുകളിൽ ഞാൻ ടെസ്റ്റ് മണി പറയാനുള്ള ഭാഗ്യം. ഞാൻ പറഞ്ഞു വന്നത് അടുക്കളയ്ക്കകത്ത് ഒതുങ്ങിപ്പോകേണ്ട, ഏതോ ഒരു ഇരുട്ട് മുറിക്കകത്ത് കടന്നു പോകേണ്ട ഒരു ജീവിതമാണ്. പക്ഷെ കർത്താവ് എന്നെ അമ്മയുടെ ഉദരത്തിനകത്ത് കണ്ടതുകൊണ്ട്, എന്റെ പേര് ചൊല്ലി വിളിച്ചത് കൊണ്ട്, നിന്നയാകേണ്ട മേഖലകളില്, അപമാനമാകേണ്ട മേഖലകളിൽ, ഒരു യോഗ്യതയും ഇല്ലാത്തടത്ത് കർത്താവ് എന്നെ പൊക്കി ഇത്രത്തോളം കൊണ്ടുവന്നു. ഇന്നും ആ മിനിസ്ട്രി നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് അന്ന് നഷ്ടപ്പെട്ട പോലെ അനുഗ്രഹിക്കപ്പെട്ട സഹോദരിമാരെ കർത്താവ് എനിക്ക് തന്നു. ഇന്ന് ഞാൻ ഈ മീറ്റിങ്ങിനകത്ത് കയറിയപ്പോഴും അന്യഭാഷയിലുള്ള പ്രാർത്ഥന 11 തൊട്ട് 1 മണി വരെ 2 മണിക്കൂർ തുടർമാനമായിട്ട് എല്ലാ ട്യൂസ്ഡേയിലും നടക്കുന്നുണ്ട്. അപ്പൊ ഞാനല്ല ലീഡ് ചെയ്യുന്നത്, അവരാണ്. പകലത്തെ മീറ്റിങ്ങും വൈകിട്ട് 5 തൊട്ട് 6 വരെ തലമുറകൾക്കായുള്ള പ്രാർത്ഥന ഡെയിലി നടക്കുന്നുണ്ട്. രാത്രി 9 തൊട്ട് 11 മണി വരെ ഇടയ്ക്ക് സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടാവും, ഇല്ലെങ്കിൽ അന്യഭാഷ പ്രയർ ആയിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് ആ മീറ്റിംഗ് ഇങ്ങനെ കർത്താവ് അത്ഭുതകരമായി നടത്തിക്കൊണ്ടിരിക്കുക. അന്യഭാഷ പ്രാർത്ഥനയിലൂടെ ഒത്തിരി രോഗസൗഖ്യങ്ങൾ നടന്നു. എന്നെ വിളിച്ചവരാ എല്ലാവരും ഡിപ്രഷനിലൂടെ പോയവരായിരുന്നു. ഒത്തിരി പേര് ആ ഡിപ്രഷനിൽ
നിന്ന് കർത്താവ് അവരെ പുറത്തെടുത്തു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുവാൻ, അവരെ കൂടെ ഇരിക്കാൻ. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ കേൾക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഒത്തിരി പേർക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എനിക്ക് കേൾക്കാൻ എന്റെ ചെവി അങ്ങനെയുള്ള ഒരു മനസ്സ്, എന്റെ ശുശ്രൂഷ അതാ. വീണ് കിടക്കുന്നവരെ പൊക്കിക്കൊണ്ടുവരും. ഞാൻ ടൈം എടുക്കും. എന്റെ ജോലിയെല്ലാം ഈ ദേശത്തുള്ളവർക്കൊക്കെ അറിയാം. ഫുൾ ടൈം എന്റെ ചെവിയിൽ ഫോണായിരിക്കും. ഞാൻ എന്റെ സകല ജോലികളും ചെയ്യും. അതെങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഞാൻ ഇരുന്നു കൊണ്ട് സംസാരിക്കാറില്ല, എന്റെ ടൈം കളയാറില്ല. അത് കഴിയുമ്പോൾ ഞാൻ സൂമിനകത്തേക്ക് കയറും, എന്റെ പ്രാർത്ഥനകളും വിളിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ കർത്താവ് എന്നെ ആ രീതിയിലേക്ക് കൊണ്ടുവന്നു. ഇന്നും ആ മിനിസ്റ്റർ അനുഗ്രഹമായി നടക്കുന്നു. ഒത്തിരി രോഗസൗഖ്യങ്ങള് അതിലൂടെ കാണുവാനായിട്ട് പറ്റി. പലരും അഭിഷേകം പ്രാപിച്ചു. ഈ സൂ മിനിസ്ട്രിയിൽ ഒരു സിസ്റ്റർ സ്നാനപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ട്രിവാൻഡ്രത്തുള്ള ഒരു ഇവാഞ്ചലിക ചേർച്ചിൽ പോകുന്ന സിസ്റ്റർ തനിക്ക് തന്റെ ഒരു ബന്ധുവായൊരു തന്റെ ഒരു സുഹൃത്ത് എന്നെ പരിചയപ്പെടുത്തി. ഞങ്ങൾ ഫോൺ വിളിച്ച സിസ്റ്റർ സൂമിനകത്തേക്ക് കയറി വചനം കേട്ടു. സ്നാനം സത്യമാന്ന് പറഞ്ഞു. ഇപ്പൊ അങ്കിളുണ്ട് ട്രിവാൻഡ്രത്തുള്ള, അങ്കിളും സ്നാനപ്പെടുന്നു പറയുന്നു. പക്ഷെ നമുക്ക് ചർച്ചുമായിട്ട്, ഞാൻ എന്റെ ചർച്ചുമായിട്ട് കണക്ട് ചെയ്ത് അവർ ഇവിടെ വന്നാണ് സ്നാനപ്പെട്ട് തിരിച്ചു പോകാനായിട്ട് ഇടയാ. പലരും എന്റെ അടുത്തേക്ക് കടന്നു വന്നു. പലരും അഭിഷേകം പ്രാപിക്കാനായിട്ട് ഇടയായി തീർന്നു. കർത്താവ് എനിക്ക് അങ്ങനത്തെ ഒരു അഭിഷേകത്തിന്റെ ശുശ്രൂഷ തന്നിട്ടുണ്ട്. പലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ കന്യഭാഷ പ്രാപിക്കാനും അതുപോലെ തന്നെ ആത്മീയമായി ക്ഷീണിച്ചിരിക്കുന്നവർക്കൊരു ആത്മീക പ്രചോദനമായിട്ട് അവർ കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ കർത്താവ് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ശുശ്രൂഷകളൊക്കെ തന്ന്, ഞാൻ ഇതൊക്കെ പറയുമ്പോഴും ദൈവനാമ മഹത്വത്തിനായിട്ടാണ് പറയുന്നത്. കർത്താവ് തന്നതല്ലാതെ എനിക്ക് പറയാനായിട്ട് ഒന്നുമില്ല. സകല മഹത്വം എന്റെ അപ്പനാണ്. കർത്താവാണ് എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നത്. ഞാൻ ആ സൂമിലൂടെ തന്നെ വിടുതലുകളിൽ നടക്കുന്നു. ഇന്നും അത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഞങ്ങൾ ഇത്രത്തോളം അനുഗ്രഹിച്ചു. ഒത്തിരി സാക്ഷികൾ ഞാൻ പലതും പറയുന്നില്ല, പലതും ഞാൻ സ്കിപ്പാക്കിയ പറയുന്ന കാര്യം. ഇത് പറഞ്ഞൊരു ഒത്തിരി സമയങ്ങൾ എടുക്കും. ഹല്ലേലൂയ. ഇത്രത്തോളം കർത്താവ് കൊണ്ടുവന്നു, ഇത്രത്തോളം ഞങ്ങളെ നടത്തി. ഞങ്ങൾ എല്ലാ ദിവസവും 11 തൊട്ട് 1 മണി വരെയുള്ള സമയം വ്യത്യസ്ത വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 5 തൊട്ട് 6 വരെ തലമുറകൾക്കായുള്ള പ്രാർത്ഥനയുണ്ട്. അതുപോലെ ആ മിനിസ്ട്രി വളരെ സന്തോഷമായിട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ഈ ബ്രദർ എന്നെ പറഞ്ഞു, ഞങ്ങള് മെസ്സേജസ് പറയുമ്പോൾ, നല്ല മെസ്സേജസ് വരുമ്പോൾ അവര് പലരും എന്നോട് അത് ചോദിക്കുകയും, സിസ്റ്റർ ആ മെസ്സേജസ് ഒന്ന് ഞങ്ങൾക്കൊന്ന് കേൾക്കാൻ പറ്റുമോ? അപ്പം എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ ആ ബ്രദറുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു, സിസ്റ്റർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, അത് നല്ലതാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു യൂട്യൂബ്, രഹോബോത്ത് പ്രയർ മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ, എന്റെ സ്വപ്നത്തിനകത്ത് പോലും എന്റെ മനസ്സിനകത്ത് ഒരിക്കലും ചിന്തിക്കാത്തൊരു മിനിസ്ട്രി അത്. യൂട്യൂബ് ചാനൽ തുടങ്ങാനും മെസ്സേജസുകൾ അതിനകത്ത് ഇടാനും അത് കേൾക്കുന്നവർക്ക് ഒത്തിരി പേർക്ക് അനുഗ്രഹമാകാൻ എല്ലാം കർത്താവ് സഹായിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് അത് എങ്ങനെ ചെയ്യണ്ടേന്ന് അറിയത്തില്ല. ഇത് മെസ്സേജസ് ഇടുന്ന എങ്ങനെ, റെക്കോർഡ് ചെയ്തിട്ട് എങ്ങനെ അത് അപ്ലോഡ്, ഒന്നും അറിയത്തില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഇന്നും പരിശുദ്ധാത്മാവ് ശരിക്കും ഒരു ടീച്ചറാ. എന്റെ കൂടെ ഇരുന്ന് എന്നെ സഹായിക്കാൻ. ഇപ്പൊ ഞാൻ ആരെയും അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളല്ല, കർത്താവിൽ മാത്രം ആശ്രയിക്കുന്ന ഒരാൾ. അപ്പൊ എന്നെ സഹായിക്കുന്ന കർത്താവ്, പരിശുദ്ധാത്മാവ് കൂടി ഇത് എങ്ങനെ ചെയ്യണം. ഞാൻ തിരിഞ്ഞില്ല. എന്റെ കുഞ്ഞുങ്ങൾ പോലും പറയും, മമ്മി ഇതൊക്കെ ഇത്രയും ചെയ്യും, ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചതല്ല, മമ്മി ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു. അതുപോലെയുള്ള രീതിയിൽ കർത്താവിനെ വഴി നടത്തി ഇന്ന് വരെ കർത്താവ് കൊണ്ടുവന്നു. ഞാൻ പറയുന്നത് സകല മഹത്വവും കർത്താവിന്. ഇന്നും ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. എനിക്ക് പ്രകാരം ഒരു ടെസ്റ്റിമണി പറയുവാൻ പ്രിയ ജോയ്സായിട്ട് തന്ന നല്ല അവസരത്തിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. കേൾക്കുന്നവർക്കും വളരെ അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എന്തൊക്കെ പറയുന്നെങ്കിലും ഒരു മഹത്വവും എനിക്കല്ല, സകല മഹത്വവും എന്റെ കർത്താവിന് തന്നെ മഹത്വം എടുക്കട്ടെ. കർത്താവിന്റെ നാമം മാത്രം മഹത്വീകരിക്കപ്പെടട്ടെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസി, പ്രൈസ് ലോർഡ്. കർത്താവ് ഹല്ലേലൂയ ഉപയോഗിക്കുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ കൊടുത്താൽ നമ്മുടെ കർത്താവ് നമ്മെ ഉപയോഗിക്കുന്നവരാണ്. ആ കഴുതയുടെ താടിയെല്ലുകൊണ്ട് കർത്താവ് എന്തോ ചെയ്തു? ശിംശോന്റെ കരങ്ങളിൽ ഒരു കഴുതയുടെ താടിയല്ലാണ് ഇരുന്നത്. പക്ഷെ ആ താടിയലിനെ ദൈവത്തിന് ഉപയോഗപ്രദമാക്കി തീർത്തതുപോലെ ഒന്നിനും കൊള്ളാത്ത നമ്മെ കർത്താവിന് വേണ്ടി ഉപയോഗിപ്പാനും കർത്താവിന് കഴിയും. നമ്മുടെ കർത്താവിന് കഴിയാത്തതൊന്നുമില്ല. പ്രിയ കർത്താവിന്റെ ദാസിയ ദൈവം ഇത്രത്തോളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. പിന്നെയും അനേകർക്ക് ദൈവദാസി ഒരാശ്വാസമായി മാറട്ടെ. അനേകരുടെ വിടുതലിന് കർത്താവിനെ കണ്ടുമുട്ടുവാനും അനേകരെ കർത്താവിലേക്ക് അടുത്തു വരുവാനും കർത്താവിന്റെ ദാസിയുടെ എല്ലാ പ്രോഗ്രാമുകളും ദൈവം അതിനായി സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവദാസി ദിവസത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, നല്ല സമയത്തിനായിട്ട് നന്ദി പറയുന്നു. പല സാഹചര്യങ്ങളായിരിക്കും നിന്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഇപ്രകാരം
ഒരുമിച്ച് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ സ്വർഗം തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഈ TV പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസിയെ കർത്താവ് ഉപയോഗിക്കുന്നല്ലോ. ഇത്രത്തോളം കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. ദൈവമേ, ഇന്ന് ഷെയർ ചെയ്യപ്പെട്ട ടെസ്റ്റിമണി കർത്താവെ പലരുടെ അടുക്കിലേക്ക് എത്തുമ്പോൾ അവർക്കെല്ലാം ഇതൊരു അനുഗ്രഹമാകണം. കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസമാകണം. കർത്താവെ, ഞങ്ങളുടെ ആരുടെ നാമമല്ല മഹത്വം എടുക്കേണ്ടത്, അങ്ങയുടെ നാമമാണ് ഈ പകൽക്കാലം മഹത്വം എടുക്കേണ്ടത്. കർത്താവ്, രോഗികളായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ കരം വെച്ച് അവർക്ക് സൗഖ്യം കൽപ്പിക്കണമേ. ഭാരത്തോടെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സമാധാനം അനുഭവിപ്പാൻ ഇടയാക്കണമേ. കർത്താവെ, ദുഃഖിതരായിട്ട് ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ സ്വർഗീയ ആശ്വാസം അവർക്ക് കൊടുക്കണമേ. കർത്താവെ, പകൽക്കാലം ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരുടെയൊക്കെ അടുക്കലേക്ക് എത്തുന്നതോ അവർക്കെല്ലാം ഒരു അനുഗ്രഹമാകട്ടെ. ബന്ധനങ്ങൾ കിടക്കുന്നവർക്ക് അപ്പാ അതൊരു വിടുതലായി മാറട്ടെ. ഹല്ലേലൂയ. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ കർത്താവെ TV പ്രോഗ്രാമിനെ കർത്താവ് അനുഗ്രഹിക്കണം. അനേകർക്ക് ഇതൊരു ആശ്വാസമാകട്ടെ. ഇതിലൂടെ പറയപ്പെടുന്ന അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുന്നവർക്ക് അതൊരു വിടുതലാകട്ടെ. ഇനിയും അനേക സാക്ഷ്യങ്ങൾ, ജീവനുള്ള സാക്ഷ്യങ്ങൾ എഴുന്നേറ്റ് വരേണ്ടതിനായി കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അദാസിയെ കുടുംബമായിട്ട് അനുഗ്രഹിക്കണം. ആരോഗ്യത്തോടെ ബലത്തോടെ നിർത്തണം കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. അങ്ങ് തരുന്ന എല്ലാ നല്ല നിമിഷങ്ങൾക്കായിട്ട് നന്ദി. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മഹത്വമെല്ലാം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ആമേൻ. കർത്താവിന്റെ ദാസി താങ്ക്സ് ഉണ്ട്. കർത്താവ് സഹായിക്കട്ടെ.